ചട്ടപ്രകാരം, ദൈവവ്യവസ്ഥ പ്രകാരം, വചനപ്രകാരം ഒരു പൊരുതലുണ്ട് ഒരു ദൈവ പൈതലിന്. സ്തോത്രം. പൊരുതണം. പിന്നെ എന്താണ് ചട്ടം? നമുക്കറിയാം, പഴയ നിയമങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ആൾക്കാർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പഴയ നിയമത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമുക്കറിയാം, ഫിലിം പീരീഡിൽ നോക്കിയാലും അല്ലാതെ ക്രിസ്തീയ കോളത്തിനകത്ത് നോക്കിയാലും ഏത് മേഖലകളിൽ നോക്കിയാലും സിനിമകളിൽ അഭിനയിക്കുന്ന അഭിനേതാവിൻ്റെ ശബ്ദം എന്ത് ചെയ്യാൻ പറ്റും? ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന മക്കളുടെ ശബ്ദവും അനേകർ ഇമിറ്റേറ്റ് ചെയ്യുന്നവരുണ്ട്. വേഷം അതുപോലെ ഇടുന്നവരുണ്ട്. ഓരോരുത്തരുടെയും വേഷം, ചിലരുടെ വേഷം അതുപോലെ ഇട്ട് അതുപോലെ കാണിക്കുന്നവരുണ്ട്. പക്ഷേ അത് ഈ ലോകത്തിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ ഈ ഇത്രയും നേരവും പറഞ്ഞത്. എന്ന് വെച്ചാൽ മനുഷ്യനെ കണ്ട് അതുപോലെ ചെയ്യുക. പക്ഷെ നമുക്കൊരു വിളി കിടക്കുന്നത് ഒരു മനുഷ്യൻ ചെയ്തതുപോലെ ചെയ്യാനല്ല, തൻ്റെ ഏകജാതനായ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് ചെയ്ത് തികച്ച ഒരു പ്രവൃത്തി കിടപ്പുണ്ട്. അത് ചെയ്യാനുള്ള ഒരു വിളിയാണ് ദൈവത്തിൻ്റെ പൈതലിൻ്റെ വിളി. വിളി വലുതാണ്. ഈ ലോകത്തിൽ ഒരാളിനെ പോലെ അഭിനയിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഫിലിമിലുള്ള അതിലുള്ള താരങ്ങളെ അവർ പറയുന്നത് പോലെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ മറ്റ് ആൾക്കാർ വ്യത്യസ്തമായ ഏതോ ആകട്ടെ അവരെ പോലെ അവർ സംസാരിക്കും പോലെ സംസാരിക്കാൻ പറ്റും. അവർ നടക്കും പോലെ അത് പഠിച്ച് നടക്കാൻ പറ്റും. പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചുള്ള വിളി ഈ ലോകത്തിൻ്റെ നടപ്പല്ല. ഈ ലോകത്തിന് നടക്കാൻ പറ്റാതെ ഒരുവൻ നടന്ന ഒരു നടപ്പിലേക്ക്, അത് യേശുക്രിസ്തു നടന്ന ഒരു നടപ്പിലേക്ക് നടക്കാനാണ് എന്നെയും നിങ്ങളെയും വിളിച്ചത്. അങ്ങനൊരു നടപ്പിലേക്ക് നോക്കുമ്പോൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പഴയ നിയമത്തിനകത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. പള്ളി മുടങ്ങരുത്, വരാൻ പറ്റില്ല, വരാൻ പറ്റും. പള്ളി മുടങ്ങരുത് എളുപ്പമല്ലേ? പള്ളി മുടങ്ങരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച എല്ലാ ദിവസം പള്ളി വരും. അല്ലെങ്കിൽ ആരാധനയുള്ളപ്പോൾ പള്ളി മുടങ്ങരുതെന്ന് പറഞ്ഞാൽ മുടങ്ങത്തില്ല. സ്തോത്രം. അതുപോലെ എല്ലാത്തിനും ഇന്നത് ചെയ്യണം, കൊടുക്കും, ചെയ്യും. അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. പഴയ നിയമത്തിനകത്തെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷെ പുതിയ നിയമത്തിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? പഴയ നിയമത്തിനകത്തുള്ള കൽപ്പനകൾ, അതുകൊണ്ടാണ് പരീശനും ശാസ്ത്രിമാരും ഒക്കെ ന്യായപ്രമാണം അനുസരിച്ചിട്ട് വന്നത്. അവർക്ക് അനുസരിക്കാൻ പറ്റും. പഴയ നിയമം നമ്മൾ നോക്കുമ്പോൾ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, പറ്റും നമുക്ക്. കൊലയ്ക്ക് പോകത്തില്ല, ഞാൻ ആരെയും കൊല്ലാൻ പോകുന്നില്ല, പറ്റും. ഇനി ഞാൻ കോപിക്കാതിരുന്നാൽ പോരെ? പറ്റും. സ്തോത്രം. കോപിക്കാത്ത എത്രയോ യേശുവിനെ കണ്ടുമുട്ടാത്തവരുണ്ട്. കോപിക്കാത്ത ഒരുപാട് പേര് യേശുവിനെ കണ്ടുമുട്ടാത്ത ഒരുപാടുണ്ട്. പറ്റും. പക്ഷേ പഴയ നിയമത്തിൽ അനുസരിക്കാൻ പറ്റും. പക്ഷെ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ നമുക്കനുസരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല പുതിയ നിയമത്തിലെ കൽപ്പനകൾ. നമുക്കാർക്കും അനുസരിക്കാനും പറ്റുന്നില്ല. അനുസരിക്കാൻ പറ്റിയത് ഒന്നേ ഉള്ളൂ, അത് സ്നാനം മാത്രമാണ്. പക്ഷേ അനുസരിച്ചേ തീരൂ. പക്ഷേ അനുസരിക്കാനും പറ്റൂല. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമം പുതിയ നിയമത്തിൻ്റെ നിഴലാണ്. പുതിയ നിയമം വായിച്ചിട്ട് പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ അതിനകത്ത് എല്ലാ ഭാഗത്തും നമുക്ക് വെളിപ്പെട്ട് കാണുന്നത് യേശു ക്രിസ്തുവിനെയാണ്. പഴയ നിയമത്തിനകത്ത് മുഴുവനും കൊടുത്തിരിക്കുന്നത് ക്രിസ്തു യേശുവിനെ കുറിച്ചാണ്. എന്നാൽ പുതിയ നിയമം ധ്യാനിക്കുമ്പോൾ അത് മനസ്സിലാകും പഴയ നിയമം എന്താണെന്ന്. പഴയ നിയമം ഒരു നിഴൽ മാത്രം, പൊരുളാകുന്ന ക്രിസ്തു പഴയ നിയമത്തിനകത്ത് മറഞ്ഞു കിടന്നു. ആ പഴയ നിയമത്തിലെ പൊരുളാകുന്ന ക്രിസ്തുവിനെ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ സ്തോത്രം പുതിയ നിയമത്തിനകത്ത് നമുക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പോസ്തലന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ ദൈവം സ്തോത്രം പഴയ നിയമത്തിനകത്ത് മറഞ്ഞു കിടന്ന യേശു ക്രിസ്തുവിനെ പൊരുളായി, സത്യമായി, യാഥാർത്ഥ്യമായി വെളിപ്പെടുത്തി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾക്ക് മുമ്പ് വരച്ചു കിട്ടിയിരിക്കേ. കണ്ടോ? അപ്പോൾ അത്രമാത്രം വെളിപ്പെട്ടു. മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു. കർത്താവ് വെളിപ്പെടുത്തി. കർത്താവിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി. ആഴമായ സത്യങ്ങളെ
പുതിയ നിയമത്തിനകത്ത് വെളിപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പഴയ നിയമത്തിലെ കൽപ്പനകളെല്ലാം അനുസരിച്ച് തികയ്ക്കാൻ പറ്റുമെങ്കിൽ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ വന്നു നിന്നത്. എല്ലാം പഴയ നിയമം അനുസരിച്ച്, ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് വന്നു നിന്നത്. പക്ഷേ അതൊന്നും ക്രിസ്തുവിൻ്റെ അടുത്ത് പോകുന്ന ഒരു പ്രമാണമായിരുന്നില്ല. പുതിയ നിയമത്തിൻ്റെ പ്രമാണത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, മക്കളെ സ്തോത്രം, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ മുഴുവനും ഗിരിപ്രഭാഷണമാണ്. അതിനകത്തുള്ള ഒരെണ്ണം പോലും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ജീവിതത്തിനകത്തില്ല. ദൈവത്തിന് സ്തോത്രം. കണ്ണ് ചൂഴ്ന്ന് കളഞ്ഞിട്ടില്ല. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കാര്യവും എൻ്റെ ജീവിതത്തിനകത്തില്ല. സ്തോത്രം. ഒറ്റ കാര്യമേ അതിലുള്ളൂ. എന്തോന്ന്? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ സ്നാനം എടുത്തു. അത് മാത്രമേ തിരുവചനത്തിലൂടെ എൻ്റെ ജീവിതത്തിനകത്തുള്ളൂ. പക്ഷേ 7-ാം അധ്യായം വായിക്കുമ്പോൾ, 7-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം നമുക്ക് എടുക്കാമോ? അതിൻ്റെ 7-ാം അധ്യായം വായിക്കുമ്പോൾ അനുസരിക്കാൻ ആർക്കും പറ്റുകയില്ല. നമ്മൾ അനുസരിച്ചിട്ടുമില്ല. പക്ഷേ 7-ാം അധ്യായമാകുമ്പോൾ എൻ്റെ കർത്താവ് വിളിച്ചു പറയുകയാണ്, മക്കളെ നീ 5-ാം അധ്യായം അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് വിളിച്ചു പറയുകയാണ്, മക്കളെ നീ അനുസരിച്ചോ ഇല്ലയെന്നല്ല, പക്ഷേ ദൈവത്തിന് സ്തോത്രം, ഇത് 7-ാം അധ്യായം അതിൻ്റെ അവസാനം 24 മുതൽ വായിച്ചേ. ആകയാൽ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും, അപ്പൊ 5 മുതൽ 7 അധ്യായം വരെയുള്ള വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത. കണ്ടോ, നമുക്ക് അനുസരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ഏത്? കണ്ണ് ചൂടുന്നിടത്ത് കളയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഗിരിപ്രഭാഷണത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളെ കൊണ്ട് പറ്റൂല. പക്ഷേ പഴയ നിയമത്തിലുള്ളത് പറ്റുമായിരുന്നു. പുതിയ നിയമത്തിനകത്ത് പറ്റില്ല. പ്രവർത്തിച്ച് തീർക്കാൻ പറ്റുന്നതല്ല ഈ പുതിയ നിയമം. നമ്മളെ പ്രവർത്തിച്ച് നമുക്ക് തീർക്കാൻ പറ്റുന്നതല്ല ഈ പുതിയ നിയമം. അപ്പോൾ ചെയ്ത് തീർക്കാൻ പറ്റൂല. പക്ഷേ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ യേശു വചനത്തിൽ വന്നേ തീരൂ, പണിതേ തീരൂ, ചെയ്തേ തീരൂ, ഇത് അനുസരിച്ചേ തീരൂ. പക്ഷെ അനുസരിക്കാൻ പറ്റുകയും ഇല്ല. വായിച്ചേ. ആകയാൽ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. കണ്ടോ? അപ്പോൾ അനുസരിച്ചേ തീരൂ, പാറമേൽ അടിസ്ഥാനം ഇട്ടേ തീരൂ. ഇട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന 21 വായിച്ചേ. 21 വായിച്ചു. അത് മുതൽ ഇങ്ങോട്ട് വന്നേ. 21 മുതൽ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നു. ഈ 5-ാം അധ്യായം മുതൽ ഇതുവരെ അനുസരിക്കുന്നവനാണ് കടക്കുന്നതെന്ന്. പക്ഷെ നമുക്ക് അനുസരിക്കാനും പറ്റുമോ? ഒറ്റ കാര്യം അനുസരിക്കാൻ പറ്റില്ല. അങ്ങോട്ട് നോക്കുമ്പോൾ മനസ്സിലാകും, പറ്റുകയുമില്ല. അപ്പം മനുഷ്യന് അസാധ്യമായിട്ടുള്ളൊരു കാര്യത്തിൻ്റെ മുമ്പിൽ ശാലിനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ആര്? ദൈവം. നിന്നെ കൊണ്ട് പറ്റില്ല, എന്നാൽ അനുസരിക്കുകയും വേണം. നമുക്ക് എത്രയൊക്കെ മനസ്സിലായി. ഇത് വായിച്ചു വരുമ്പോഴാണ് ആൾക്കാർ വേദപുസ്തകമാണ് ഇതാർക്ക് അനുസരിക്കാൻ പറ്റും? ദൈവമേ, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതിൻ്റെ പുറകെ ഒന്നും ഇനി ഞാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഇവിടെയാണ്. ഒരു വ്യക്തി ഭയം കൊണ്ട് അലറിക്കരയുന്ന ഇവിടെയാണ്. അനുസരിക്കുകയും വേണം. പക്ഷേ മത്തായിയുടെ സുവിശേഷം 5-1 മുതൽ വായിച്ചു വരുമ്പോൾ ഒന്നും അനുസരിക്കുന്നും ഇല്ല, എന്നാൽ അനുസരിക്കുകയും വേണം. ഇവിടെ വരുമ്പോൾ ഇതാർക്ക് ഇത്രയും നീതിയോടെ ജീവിക്കാൻ പറ്റും, ആർക്ക് ഇത്രയും വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റും, അങ്ങനെ ഒരാളിന് പെർഫെക്റ്റായിട്ട് ജീവിക്കാൻ ഈ ഭൂമിയിൽ പറ്റുമോ എന്ന് ഒരാളങ്ങ് ചിന്തിക്കുമ്പോൾ വേദപുസ്തകം മടക്കി വയ്ക്കും, പ്രാർത്ഥന നിർത്തും, ദൈവമായിട്ടുള്ള ബന്ധം കുറയും, ആർക്കും പറ്റത്തില്ലെന്ന് മതിയാക്കും. ഇനി ഇത് വേണോ വേണ്ടേ എന്ന് വരെ ആലോചിക്കുന്ന അനേകരുണ്ട് ഈ ഫീൽഡിൽ. കാരണം എന്തറിയാമോ? അവരെ ആശ്രയിക്കുന്നു. എന്നെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് ഞാൻ നിർത്തി. ഉണ്ടോ? ഇതാർക്കും പറ്റില്ലെന്ന് നിർത്തി. എന്നാൽ വചനം മാറുമോ? മാറുകയില്ല. വായിച്ചേ. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട് ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്തും പറയും. ആകയാൽ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ക്രിസ്തു യേശുവിൽ പണിയുകയും വേണം, വചനം അനുസരിക്കുകയും വേണം. പക്ഷെ വചനം അനുസരിക്കാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല? പറ്റുകയില്ല. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു പോകുമ്പോൾ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരൻ,
എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു. അടുത്ത, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അടുത്ത, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കർത്താവിൽ വസിപ്പിൻ, കർത്താവ് നമ്മളിലും വസിക്കാം. അടുത്ത വരി, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ. കണ്ടോ, ഈ പറഞ്ഞ കൽപ്പന അനുസരിക്കണമെങ്കിൽ സ്വയമായി, ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും, ഈ കൽപ്പന അനുസരിക്കണം അല്ലേ? അനുസരിച്ചേ തീരും. അല്ലെങ്കിൽ നമ്മളെല്ലാവരും മണൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും. ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ? സ്തോത്രം, ദൈവത്തിന് മഹത്വം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചേ, കരങ്ങൾ നടിച്ചേ. മഹത്വം, മഹത്വം, ദൈവത്തിന് 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 മഹത്വം. സ്തോത്രം. അപ്പോൾ കർത്താവ് പറയുന്നു, വലിയൊരു വഴിയിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എവിടെയാണ്? ക്രിസ്തു നടന്ന വഴിയിലേക്കാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ക്രിസ്തു എങ്ങനെ നടന്നു അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറയുന്നു, സ്തോത്രം, ചെയ്തു തീർക്കാൻ പറ്റുന്നതല്ല, നടന്ന് കാണിക്കണം. എന്നാൽ നമുക്ക് നടക്കാനും പറ്റില്ല, നമ്മളെ കൊണ്ട് നടക്കാനും പറ്റില്ല, അനുസരിച്ച് തീർക്കാനും, എന്നാൽ നടക്കാതെ പോകാനും പറ്റില്ല. അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ ദാരിദ്ര്യം കൊണ്ട് എന്ത് ചെയ്യുന്നത്? എന്തോന്ന് ദാരിദ്ര്യം? മത്തായി 5-ാം അധ്യായത്തിൽ കിടക്കുന്നു, ആത്മാവിൽ ദരിദ്രരായവർ. അവിടെ നിന്നുകൊണ്ട് പറയും, കർത്താവേ, ഈ റോഡ് നീ നടന്ന റോഡാണ്, എന്നെ കൊണ്ട് ഒരടി പോലും. കർത്താവ് പറയുമ്പോ നമ്മൾ പറയില്ലപ്പ ഒരടിയും. ഇവിടെയാണ് ഞാൻ അയ്യം വിളിക്കുന്നത്. ഇവിടെ തൊട്ടാണ് അടുത്ത സ്റ്റാർട്ടിങ്. ഇവിടെ വന്ന് നിന്നു. യേശു നടന്ന വഴിയിൽ എന്നെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, വാ, നീ നടക്കുന്ന നടപ്പല്ല, ഞാൻ നടന്ന ഒരു വഴി ഇതാ നിൻ്റെ മുൻപിൽ തുറന്നു കിടക്കുന്നു, പക്ഷെ നീ അതിലൂടെ വരണം. അത് ഏത് വഴി? യോഹന്ന സുവിശേഷം 15-ാം അധ്യായം എടുത്ത് 15-ാം അധ്യായം 13-14 വാക്യം വായിച്ചേ. യോഹന്ന സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം വായിച്ചേ. സ്നേഹിതന്മാർക്ക് വേണ്ടി തൊട്ട് മുമ്പ് 12 കൂടെ വായിച്ചേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ. ഞാൻ ഏത് വഴിയിലാണ്? വഴി കൊണ്ട് നിർത്തി അതിൻ്റെ തൊട്ട് മുമ്പ് കൂടെ വായിക്കണേ, 11 കൂടെ. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അടുത്ത വരി, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ. ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഏത് വഴിയിലാണ്? യേശു എന്നെ എങ്ങനെ സ്നേഹിച്ചോ അതേപോലെ സ്നേഹിച്ച വഴി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. യേശു നടന്ന അവിടെ കൂടെയാ. എങ്ങനെ? യേശു എന്നെ സ്നേഹിച്ച വഴി, നിങ്ങളെ സ്നേഹിച്ച വഴി, ഏത് പാപിയെ സ്നേഹിച്ച വഴി, ആ സ്നേഹത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ യേശു സ്നേഹിച്ചപ്പോൾ ദീർഘക്ഷമ ഉണ്ടായിരുന്നു. ദീർഘമായി ക്ഷമിച്ചിട്ടാണ് അവിടെ നിന്നത്. ക്ഷമിക്കാതിരുന്ന് നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ തരികിടയാണ് എന്ന് പറഞ്ഞാൽ ഓന്തിൻ്റെ നിറം മാറുന്ന പോലല്ല, അതിനേക്കാളും 100 മടങ്ങ് നിറം മാറുന്നവരാണ് ആര്? ഞാനും നിങ്ങൾ. അപ്പോഴെല്ലാം ക്ഷമിക്കണമെങ്കിൽ അത്രയും ക്ഷമ ആക്ക് വേണം. ക്ഷമിച്ച വഴിയിലെടുത്താണ് ആരെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? നീ നടന്നു. പക്ഷേ എനിക്ക് ക്ഷമയില്ല. നിങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കുന്നു, എന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നു യേശു എന്നെ സ്നേഹിച്ച സ്നേഹത്തിലേക്ക്. എനിക്കും ശക്തിയില്ല, നിങ്ങൾക്കും ശക്തിയുണ്ടോ? ഏതിലൂടെ നടക്കണം? യേശു നടന്നെടുത്തൂടെ നടക്കണം. പറ്റുമോ? ഇവിടെ സിനിമാക്കാർ നടക്കുന്ന പോലെയും ഇവിടെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നടക്കും പോലെ നടക്കാൻ പറ്റും. പഴയ നിയമത്തിനകത്ത് അനുസരിച്ച് തികയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ ആദ്യം മുതൽ പറഞ്ഞു തന്നു, ഇപ്പം മനസ്സിലായി കാണും ഞാൻ എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നുവെന്ന്. പക്ഷേ യേശുവിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ നടന്ന വഴി ഇതാ തുറന്നു നടക്കും. ഒന്ന് നിന്നെ സ്നേഹിച്ച വഴിയാണ്. പക്ഷെ ഇതിലെ നടക്കണമെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിച്ച ആ ശക്തി നിന്റെ അകത്ത് ഇറങ്ങണം. അത് നിനക്കത് ഇല്ല. അത് വന്നാലേ നിനക്ക് ഇതിനെ കൂടെ നടക്കാൻ പറ്റൂ. പക്ഷെ വരണമെങ്കിൽ മത്തായി 5 എന്ത് ചെയ്യണം? ആത്മാവിൽ ദരിദ്രരായവർ വരണമെങ്കിൽ അവിടെ മുട്ടുമടക്കണം. എന്തോന്ന് മുട്ടുമടക്കണം? കർത്താവേ, ഞാൻ ചാകാൻ ഏൽപ്പിച്ചു. ഞാൻ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ചിന്തിക്കുന്ന ഒരു വരി ഈ ബൈബിളിൽ പുതിയ നിയമം, പഴയ നിയമത്തിലല്ല, പുതിയ നിയമത്തിലൊരു വാക്ക് ഞാൻ എപ്പോഴും ഇവിടെ പറയുന്നതിന് ഗലാത്യർ 2:20. ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കും. ഈ ഒറ്റ വരിയിൽ കിടന്നടിക്കുക. ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് പറയുന്നു, ഞാൻ നടന്നൊരു വഴി നടക്കുന്നു.
ദീർഘമായി ക്ഷമിച്ച്, ഏത് പാപം ചെയ്യുമ്പോഴും ക്ഷമിച്ച്, നിന്നെ നേടാൻ വേണ്ടി മാത്രം നിന്നെ ഇഷ്ടപ്പെട്ട് നടന്ന ഒരു വഴിയാണ് ഈ വഴി. പക്ഷേ അത് ഞാൻ നടന്ന വഴി. ആര് നടന്ന? യേശു നടന്ന വഴി. അവിടെ കൂടെ ഈ ലോകത്തിൽ ആരും അതുവരെ എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. പഴയ നിയമകാലത്ത് ഇതുപോലത്തെ വഴിയിൽ കൂടെ നടന്നിട്ടില്ല. ഇനി ആർക്കും ലോകത്തിൻ്റെ കഴിവ് കൊണ്ട് അവിടെ കൂടെ നടക്കാനും പറ്റൂല, പ്രവർത്തിച്ച് നടക്കാനും പറ്റൂല. ബൈബിൾ ഒരു 10 പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് വായിക്കാം, 10 പ്രാവശ്യം വേണമെങ്കിൽ നോട്ട് ബുക്കിലൊക്കെ എഴുതിയൊക്കെ വയ്ക്കാം, പ്രവർത്തിക്കാം. ഇതെല്ലാം എന്തോന്നാണ്? കണ്ടെഴുതാനും വായിക്കാനും. വായിക്കണമെന്നല്ല, എല്ലാവരും വായിക്കണം. എഴുതണവർ എഴുതിക്കോ, അതൊന്നും അല്ല വിഷയം. സ്തോത്രം. വായിക്കാനും എഴുതാനും ബൈബിളൊക്കെ വായിക്കണം, മറക്കരുത്. നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ വരുമ്പം നമ്മളെ കൊണ്ട് ആർക്കും പറ്റൂല. അയ്യം വിളിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം. ഏത് സ്ഥലം? യേശു നടന്ന വഴിയുടെ അടുത്ത് വരുമ്പോൾ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യൻ്റെ ശ്രമങ്ങൾക്കും പറ്റാതെ അലറി വിളിക്കും. ഒരടി, ഒരു കാല് പൊക്കാൻ പോലും പറ്റത്തില്ല. കാരണം എന്താ? ഇല്ല, അത് പറ്റത്തില്ല നമ്മളെ കൊണ്ട്. കർത്താവ് നടന്നതോ ഇങ്ങനെ നടക്കാൻ പറ്റൂ, അവിടെ കൂടെ നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അവിടെയാണ് കർത്താവേ ഞാൻ അവിടെ അങ്ങോട്ട് നടക്കണമെങ്കിൽ 2 കാര്യം. ഒന്ന്, സംശയിച്ചുകൂടാ. യേശുക്രിസ്തു വെള്ളത്തിനകത്തൂടെ നടന്ന് വെള്ളത്തിൻ്റെ പുറത്തൂടെ നടന്നു വരുമ്പോൾ, ശ്രദ്ധിച്ചാലേ ഇത് മനസ്സിലാവും. വെള്ളത്തിൻ്റെ പുറത്തൂടെ നടന്നു വരുമ്പോൾ ശിഷ്യന്മാർ പലരും കണ്ടു, ഭൂതമെന്ന് കരുതി. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവ് ഞാനും കൂടെ അങ്ങ് വരട്ടെ എന്ന്. അങ്ങാണെങ്കിൽ ഞാൻ വരട്ടോ. അപ്പോൾ പറഞ്ഞു, യേശു പറഞ്ഞു വാ, ഇറങ്ങി. പക്ഷേ കർത്താവിനെ നോക്കി അത്രയും സമയം അയാൾ എന്ത് ചെയ്തു? നടന്നു, വിശ്വസിച്ചു നടന്നു. പക്ഷേ ലോകത്തെ നോക്കി ഇപ്പം തീർന്നു എന്ന് പറഞ്ഞപ്പോഴോ എന്ത് സംഭവിച്ചു? താണു. ഇനി വിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റാണ് എന്തോന്ന്? അവിശ്വാസമാണ് ഏറ്റവും വലിയ പാപം. ശ്രദ്ധിച്ചാലേ മനസ്സിലാവൂ. വിശ്വാസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവിശ്വാസം. അപ്പോൾ അവിശ്വാസികൾ പോകുന്ന സ്ഥലം അവിടെ വെളിപ്പാട് 21:8. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ഫോഷ്ക് പറയുന്നവർ, ഏവർക്കുള്ള ഓഹരി, തീയും ഗന്ധവും ഗന്ധ തീപ്പൊയ്യ പോകുന്നവരുടെ കൂട്ടത്താണ് ആരുടെ ലിസ്റ്റും കിടക്കുന്നത്? അവിശ്വാസിയുടെ ലിസ്റ്റും കിടക്കുന്നത്. അപ്പം എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് നടക്കാൻ പറയുന്നു. എന്നെ കൊണ്ട് നടക്കാൻ പറ്റുകയില്ല. അപ്പം ഞാൻ ഒന്ന് അപ്പൻ്റെ ശക്തിക്കായി നിലവിളിക്കുന്നു, മത്തായി 5. 2, ഞാൻ ഗലാത്യർ 2:20 മരിക്കാൻ. കാരണം കർത്താവെ എന്നിലൂടെ പാപം മാത്രമേ വരൂ. പാമ്പിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാമ്പ് കുഞ്ഞിനെ എത്ര പാൽ കൊടുത്ത് വളർത്തിയാലും അതിന് കൊത്താൻ മാത്രമേ വേറെ എന്തെങ്കിലും അറിയാൻ പറ്റുമോ? അയ്യോ ശാലിനി സിത്തർ പാവം എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ? പാമ്പിന് ഒറ്റ വഴിയേ ഉള്ളൂ, കൊത്തുക. അയാൾ ചത്താലും ചത്തില്ലെങ്കിലും കൊത്തുക, ഇത് മാത്രമേ ആക്കുള്ളൂ. അപ്പോൾ എന്നെ കൊണ്ട് ഇതിനേ പറ്റൂ, പാവം ചെയ്യാൻ മാത്രമേ പറ്റൂ. പക്ഷേ പാവം ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ ജീവിക്കല്ല, ഞാൻ ചാകണം. എവിടെ നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ? യേശു നടന്ന വഴിയിലടുത്ത്. 1, ആത്മാവിൻ്റെ ദാരിദ്ര്യം വരണം. 2, ഞാൻ ചാകാൻ ഏൽപ്പിക്കണം. 3, എൻ്റെ അവിശ്വാസം എന്ന പാപം അവിടെ വെച്ച് പൊട്ടി കണ്ണടച്ചു പിടിച്ച്. എത്രാമത്തെ കാര്യം? 3ാമത്തെ കാര്യം, വിശ്വസിക്കണം. എന്തൊന്ന് വിശ്വസിക്കണം? പത്രോസ് അവിശ്വസിച്ചപ്പോൾ താണു, വിശ്വസിച്ചപ്പോൾ നടന്നു. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞു, സ്വത്രം കർത്താവ് പറഞ്ഞു, വാ എന്ന് പറഞ്ഞൊരു വിളി എനിക്ക് കിടപ്പുണ്ട്. ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിക്കും. വിളിയുണ്ടോ ഇല്ലേ? ഞാൻ എൻ്റെ പിതാവ് സൽഗുണപൂർണനാകയാൽ നിങ്ങളും സൽഗുണപൂർണർ വിളിയുണ്ടോ ഇല്ലയോ? സ്തോത്രം. കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ എന്ത് സംഭവിക്കും? ക്രിസ്തു ആഗ്രഹിക്കുന്ന ഇപ്പൊ ഇവിടെ വായിച്ച വാക്യം വായിച്ചേ, യോഹന്നാൻ സുവിശേഷം ആ വായിച്ച വാക്യം വായിച്ചേ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ല. നോക്കിയേ, ഇവിടെ നിൽക്കുമ്പോൾ കൊമ്പ് എവിടെ വസിക്കുക? മുന്തിരിവള്ളിയിൽ. എങ്ങനെ വസിക്കും? ഞാൻ ചാകാൻ ഏൽപ്പിച്ചു കൊടുത്തു. 2, എൻ്റെ അവിശ്വാസം പൊട്ടി ഞാൻ വിശ്വസിച്ചു. എനിക്ക് തന്ന വാഗ്ദത്ത പ്രകാരം ഈ റൂട്ടിലൂടെ നടക്കണം. ഞാൻ എൻ്റെ ഈ ബോഡിയിൽ നടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ മരിച്ചു. 2, അവിശ്വാസം പൊട്ടി ഞാൻ വിശ്വസിച്ചു. ഇതിലൂടെ നടക്കാൻ യേശു നടന്ന വഴി എനിക്കിട്ടിരിക്കുകയാണ്. ഞാനല്ല, ക്രിസ്തുവാണ് ഇതിനെ കൂടെ. ക്രിസ്തുവാണ് ഇവിടെ കൂടെ. നോക്കിയേ, കഴുതയുടെ പുറത്ത് യേശു ഇരുന്നു. ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. കഴുതയുടെ പുറത്ത് ആരിരുന്നു? നടന്നത് കഴുതയാണോ യേശുവാണോ? പറ, നടന്നത് കഴുതയാണോ യേശുവാണോ? പറ, ആരെങ്കിലും പറ. യേശുക്രിസ്തു കഴുതപ്പുറത്ത് കയറി. അപ്പോൾ ജനങ്ങളെല്ലാം പച്ച കൊമ്പുകൾ വെട്ടി, ചില്ലകളെല്ലാം വെട്ടി വാരിയിട്ട് കൊടുത്തു. നടന്നത് യേശുവാണോ അതോ ആരാ? കഴുതയാണ് നടന്നത് അല്ലേ? പക്ഷെ സഞ്ചരിച്ചതാര്?
ജനഹോസന പാടിയത് കഴുതയ്ക്കോ യേശുവിനോ? ഇവിടെ വരുമ്പോ കഴുതയാകുന്ന ഞാൻ മരിച്ചു, കർത്താവാകുന്ന യേശു എന്നിൽ നിറഞ്ഞെന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഭൂമി ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാലാണ്, എൻ്റെ ശരീരമാണ്. പക്ഷെ എന്നിൽ ഇരിക്കുന്നതും മഹത്വം എടുക്കുന്നതും മുഴുവൻ ആരാണ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? ഹല്ലേലൂയ. അപ്പൊ കഴുതയുടെ മേൽ ആര് വന്നപ്പോഴാണ്? യേശു വന്നപ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ വന്നപ്പോൾ ഞാനങ്ങ് വിശ്വസിച്ചു. എനിക്കൊരു വിളിയുണ്ട്. എന്തോന്ന് വിളി? യേശു നടന്ന വിളിയുണ്ട്. പക്ഷെ എൻ്റെ ശരീരത്തിൽ നോക്കുമ്പോൾ ഒരിക്കലും എന്നെ കൊണ്ട് പറ്റത്തില്ല. കണ്ടോ, ഇവിടെ നമ്മൾ ചെയ്യുന്ന കർത്താവാകുന്ന യേശു ക്രിസ്തു കൊണ്ട് നിർത്തിയിരിക്കുന്നത് യേശു ജീവിച്ച ഒരു ജീവിതവും യേശു നടന്ന ഒരു നടപ്പും യേശു ശുശ്രൂഷിച്ച ഒരു ശുശ്രൂഷയും യേശു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയും യേശു നടന്ന ഒരു നടപ്പും സംസാരിച്ച സംസാരവും, ഇതിനാണ് യേശു ഈ ഭൂമിയിൽ നമ്മളെ ക്രിസ്തു യേശു നടന്ന വഴിയുടെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് കർത്താവ് പറയുന്നത്, വാ മക്കളെ, ഞാൻ ഇതിലേ കൂടെയാണ് നടന്നത്, നീ ഇതിലേ വാ എന്ന് പറയുമ്പോൾ അവിടെ എൻ്റെ സ്വയങ്ങൾ, എൻ്റെ ചിന്തകൾ, എന്നിലുള്ള ഞാൻ അവിടെ വച്ച് മരിക്കാത്തടുത്തോളം കാലം ആ വഴിയിലൂടെ നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ നടക്കാൻ പറ്റും ഞാൻ ആരിലായാൽ. യേശു എന്നിലും ഞാൻ യേശുവിലായാൽ യേശു അങ്ങ് നടക്കും, ഞാൻ മറഞ്ഞങ്ങ് ഇരിക്കും. ആര് എന്നിലൂടെ കാണുന്നത് യേശുവിനെയാണോ അതോ എന്നെയാണോ? യേശുവിനെ. അതെങ്ങനെയാണ് നടക്കുന്നത്? വിശ്വാസത്താൽ. നോക്കിയേ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എൻ്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ ആ യേശു ക്രിസ്തു നടന്ന ആ നടപ്പിലൂടെ നടക്കണമെങ്കിൽ എന്നെക്കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ഒരിക്കലും കഴിയത്തില്ല. ഈ ഭൂമിയിൽ നടന്ന ഒരാളേ ഉള്ളൂ, ഈ ബൈബിളിലെ കൽപ്പനകൾ അനുസരിച്ച് പൂർത്തീകരിച്ച ഒരാളേ ഉള്ളൂ, ജയിച്ച ഒരാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തു. യേശു ക്രിസ്തു നടന്ന റൂട്ടിലൂടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്നെ നിങ്ങളെ നടക്കാൻ വിളിച്ചിരിക്കുമ്പോൾ അത് എൻ്റെ ജഡത്തിൽ, എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ താല്പര്യത്തിന്, എൻ്റെ ബുദ്ധിക്ക് ഒതുങ്ങുന്ന നടപ്പിൽ അതിൽ നടക്കാൻ പറ്റത്തില്ല. എൻ്റെ ചിന്തയിലൂടെ വരുന്ന ചിന്ത കൊണ്ട് അവിടെ നടക്കാൻ പറ്റത്തില്ല. എൻ്റെ താല്പര്യം കൊണ്ട്, എൻ്റെ ഹിതം കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. പിന്നെ യേശു എന്നിൽ നിറഞ്ഞാൽ മാത്രമേ, യേശുവിന് മാത്രമേ അതിലെ കൂടെ നടക്കാൻ പറ്റൂ. അപ്പം ഞാൻ മരിച്ചു കൊടുത്താൽ അവിടെ കൂടെ നടക്കാൻ. യോഹന്നാന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം വായിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചേ, 26 മുതൽ വായിച്ചേ. എൻ്റെ പിതാവ് സകലം എങ്കൽ 27. എന്റെ പിതാവ് സകലവും എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ചുമട്ട് തൊഴിലാളികളെ നിങ്ങൾ വരുവിൻ, കടഭാരമുള്ളവരെ നിങ്ങൾ വരുവിൻ, പിന്നെ വളരെയധികം ഞെരുക്കമുള്ളവരെ നിങ്ങൾ വരുവിൻ. ഇതാണോ അതിൻ്റെ ഉദ്ദേശം? പിന്നെ എന്തോന്ന്? എൻ്റെ അധ്വാനം കൊണ്ട് ക്രിസ്തു നടന്ന നടപ്പിലൂടെ പോകാൻ പറ്റാതെ ഞാൻ തോറ്റ് തൊപ്പിയിട്ട് അങ്ങനെ അധ്വാനത്താൽ, കർത്താവേ ഭാരം എനിക്ക് പറ്റുന്നില്ല കർത്താവ്, എന്നെ കൊണ്ട് ഒരടി പോലും വയ്ക്കാൻ, അങ്ങ് ജീവിച്ചതുപോലെ അങ്ങ് നടന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഉള്ള ആൾക്കാർ നടക്കും പോലെയൊക്കെ നടക്കാൻ നമുക്ക് ഏറെ എളുപ്പമാണ്. അവരെ പോലെ സൂട്ടും കോട്ടും വാങ്ങിയിട്ട് അതുപോലെ നടക്കാം, അവരെ പോലെ മേക്കപ്പ് ഇട്ടാൽ അതുപോലെ നടക്കാം. സിനിമ ഞാൻ തുടക്കത്തിൽ അതല്ലേ പറഞ്ഞേ, സിനിമ നടന്മാരുടെ മീശ പോലെ മീശ വയ്ക്കാൻ പറ്റും, അവരെ തലമുടി പോലെ ബിഗ്ഗെങ്കിലും വയ്ക്കാൻ പറ്റും. അവരെ പൊക്കം അത്രയുണ്ടെങ്കിൽ മോഡലായിട്ട് അവർ ഇടുമ്പോലത്തെ ഡ്രസ്സ് വാങ്ങിയിട്ടാൽ അവരെ പോലെ നടപ്പ് പഠിച്ചാൽ അവരെ പോലെ നടപ്പ് പഠിക്കാൻ പറ്റും, അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അവരുടെ വോയിസ്, അവരുടെ എല്ലാം അതുപോലെ ചെയ്യാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, പക്ഷെ യേശുവിനെ പോലെ ആകാൻ ഒരു ദൈവവൈദ്യൻ്റെ വിളി ലോകത്തിലെ മനുഷ്യനെ പോലെ ആകാനല്ല, യേശുവിനെ പോലെ ആകാനാണ്. പക്ഷെ അവരുടെ നടപ്പുകൊണ്ട് എത്താനും പറ്റുകയില്ല. അതിന് വേണ്ടി ക്രിസ്തുവിലൂടെ നടക്കാൻ പറ്റൂ. ക്രിസ്തുവിൽ ഉള്ള കൊമ്പിന് മാത്രം, കണ്ടോ, കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ആ റോഡ്, ആ വഴിയെ, യേശു നടന്ന വഴിയെ പോകാനും പറ്റത്തില്ല, കായ്ക്കാനും പറ്റത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ആ വഴിയെ സ്വയമായി പോകാനും പറ്റത്തില്ല, സ്വയമായി കായ്ക്കാനും പറ്റത്തില്ല. ഒരടി എടുത്ത് വെച്ച് നടക്കണമെങ്കിൽ
ആ മുന്തിരി വള്ളിയിലെ കൊമ്പായിരിക്കണം ആര് ഈ നടക്കാൻ ഇറങ്ങുന്ന ആള്. അപ്പൊ ആ കൊമ്പിനെ നടത്തുന്നത് കൊമ്പല്ല, പിന്നെയോ ആരിലാണോ ഒട്ടിച്ചിരിക്കുന്നത്? യേശുവാണ്. നിങ്ങൾക്ക് വെളിപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നടക്കുന്ന നടപ്പിന് മാത്രമേ, നോക്കിയേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ. അപ്പോൾ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കണ്ണീരോടെ, വേദനയോടെ, നിരാശയോടെ നിലവിളിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് വേദപുസ്തകത്തിൽ. അധ്വാനിക്കുന്നവരാണ് ഞാൻ, ഭാരം ചുമക്കുന്നവരാണ്, വളരെ കണ്ണീരാണ്, എൻ്റെ വീട്ടിൽ കടഭാരമുണ്ട്, കഷ്ടപ്പാടുണ്ട്, ജോലി തിരക്കുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അവരെ വിളിച്ചതാണ് കർത്താവ്. ഇത്രമാത്രം സ്നേഹിക്കുന്നല്ലോ എന്ന് നമ്മൾ പറയൂലേ. പക്ഷേ അതല്ല അതിൻ്റെ അർത്ഥം. യേശു നടന്ന നടപ്പിലോട്ട് പോകാൻ പറ്റാതെ വണ്ണം തകർന്ന് തരിപ്പണമായിരിക്കുന്ന മക്കളെ എന്ത് ചെയ്യാൻ പറഞ്ഞു? എൻ്റെ അടുക്കലേക്ക് വരുവീൻ. അടുത്ത വരി വായിച്ചേ. ആ വരി ഒന്നുകൂടെ വായിച്ചു പോയേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്ക് വാ. കണ്ടോ, നിനക്ക് നടക്കാൻ പറ്റുന്നില്ല, നടക്കണോ? എൻ്റെ അടുത്ത് വാ. ആരടുത്ത്? യേശുവിൻ്റെ അടുത്ത് വാ. അടുത്ത വരി. ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കും. അവിടെ വരുമ്പോഴേ നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഈ വേദനകൾക്കുള്ള ഒരു ആശ്വാസം അവിടെ ഉള്ളൂ. അടുത്ത് ഞാൻ സൗമ്യതയും, നോക്കിയേ, യേശു പറഞ്ഞു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ. കർത്താവായ യേശു ക്രിസ്തു സൗമ്യതയുള്ള ആളാണ്. 2 താഴ്മയുള്ള ആളാണ്. അടുത്ത് എന്റെ മുഖം ഏറ്റുകൊണ്ട്. കണ്ടോ, അപ്പൊ ഇതിലെ നടക്കണമെങ്കിൽ എന്ത് വേണം? സൗമ്യതയും വേണം. പക്ഷെ അത് ആരിലേ ഉള്ളൂ? പക്ഷേ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഞാൻ സൗമ്യയും താഴ്മയും ഉള്ളവനാകയാൽ. അടുത്ത് എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. അടുത്ത് എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അടുത്ത വരി എന്റെ മുഖം മൃദുവും. ഇതെല്ലാം വലിയ കൽപ്പനകളെല്ലാം കൊണ്ടുവച്ചിട്ട് ഒറ്റ വരിയിൽ കർത്താവ് നിർത്തി. നിങ്ങൾ ഉദ്ദേശിക്കും പോലെ ഈ കൽപ്പനയൊന്നും വലുതൊന്നും ഒരു മനുഷ്യനും ഈ കൽപ്പന ചെയ്യാനും പറ്റൂല, ഇതനുസരിക്കാനും പറ്റൂല. എല്ലാ വലിയ കൽപ്പനയും കർത്താവ് ഉരുട്ടി ഇവിടെ കൊണ്ടുവച്ചിട്ട് അവസാനം പറയുകയാണ് എന്നെ കൊണ്ട് പോകാനും പറ്റില്ല. ഇവിടെ കൊണ്ടുവന്ന് നിർത്തി യേശു പറയുകയാണ്, ഇതുണ്ടല്ലോ എൻ്റെ മുഖമുണ്ടല്ലോ മുഖം മൃദുവും ചുവട് ലഘുവാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്. ഇവിടെ എൻ്റെ കഴിവ് കൊണ്ട് ഈ റോഡെ നടക്കാൻ പറ്റൂല. ഞാൻ മരണത്തിന് ഏൽപ്പിക്കുമ്പോൾ ജീവിക്കുന്നുവെങ്കിൽ ഞാൻ യേശുവിനായി, മരിക്കുന്നുവെങ്കിൽ ഞാൻ യേശുവിനായി, ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, യേശു വേണം നടക്കാൻ, യേശു വേണം സംസാരിപ്പാൻ, യേശു വേണം ചിന്തിക്കാൻ, യേശു വേണം പ്രവർത്തിക്കാൻ. യേശുവിൻ്റെ ഹിതപ്രകാരം യേശു ഈ റോഡിൽ, യേശു പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഈ റോഡെ നടന്നു. അതുകൊണ്ട് ഇനി എൻ്റെ ഇഷ്ടങ്ങൾ, സ്വയങ്ങൾ, ഞാനെന്ന ഭാവങ്ങൾ ഇവിടെ മരിക്കുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ യേശു നടന്ന വഴിയിലൂടെ ഇതാ ഒരു ദൈവ പൈതൽ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ ആ ക്രിസ്തു നടന്നെടുത്ത് കൂടെ ആ രാജാതി രാജാവെന്ന ആ കർത്താവാകുന്ന യേശുവിൻ്റെ കൊമ്പായി ഒട്ടി നിന്നുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ. നോക്കിയേ, സ്തോത്രം. ഒട്ടി നിൽക്കുമ്പോൾ ആർക്കാണ് വില? ഒട്ടി നിൽക്കുന്ന കൊമ്പിനാണോ വില, വൃക്ഷത്തിനാണോ വില? കൊമ്പിനാണോ വൃക്ഷത്തിനാണോ വില? ഒരു മരം ഇവിടെ നിൽക്കുന്നു, ഒരു വലിയ മരം നിൽക്കുന്നു, ഞാൻ അങ്ങോട്ടൊരു കൊമ്പ് വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് മരം ഉണങ്ങോ? ഇല്ല. കൊമ്പിനല്ല വില, പിന്നെ വൃക്ഷത്തിനാണ് വില. വൃക്ഷം ആരാ? മരം ആരാ? യേശു. അതിലൊരു കൊമ്പാണ് ആര്? ഈ നടക്കുന്നതും വളരുമാറാക്കുന്നതും ജീവിപ്പിക്കുന്ന എല്ലാം ആരാ? ഈ വൃക്ഷം. അതാരാ? യേശു ക്രിസ്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഉയരാന യേശു, ഉയരാന യേശു, യേശു എന്നുയിരോടു കലർന്നേ, എന്നുയിരേ ഞാൻ ഉമ്മൈ തുതിപ്പേ, എന്നുയിരേ ഞാൻ ഉമ്മൈ തുതിപ്പേ, എന്നുയിരേ ഞാൻ ഉമ്മൈ തുതിപ്പേ, ഉയരാന യേശു, എന്നുയിരാന യേശു, എന്നുയിരാന യേശു, എന്നുയിരോടു കലർന്ന് എന്നുയിരേ ഞാൻ ഉമ്മൈ തുതിപ്പേ, എന്നുയിരേ ഞാൻ ഉമ്മൈ തുതിപ്പേ, എന്നുയിരേ ഞാൻ ഉമ്മൈ തുതിപ്പേ. ഹല്ലേലൂയ. സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വായിച്ചേ, 8-ഉം വായിച്ചേ. 6-ഉം 7-ഉം 8-ഉം വായിച്ചേ.
നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. കണ്ടോ, അവിടെ ചെന്ന് പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരം നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. അവനോട് കൂടെ എവിടെ നിൽക്കുക? ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുക? ആ വഴിയിൽ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് പിടികിട്ടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ തകരാൻ വേണ്ടി വച്ചിരിക്കുന്നൊരു സ്ഥലമാണ് ഈ സ്ഥലം. ഏത് സ്ഥലം? യേശു നടന്നതിൻ്റെ അടുത്തുള്ള ആ നടക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയിരിക്കുന്ന സ്ഥലം. ഏത് സ്ഥലം? ഞാൻ തകരാൻ വേണ്ടി. കാരണം എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ടോ, എൻ്റെ കഴിവ് കൊണ്ടോ, എൻ്റെ മിടുക്ക് കൊണ്ടോ, എൻ്റെ പാണ്ഡിത്യം കൊണ്ടോ, പഠിപ്പ് കൊണ്ടോ യേശു നടന്ന വഴിയിലൂടെ നടക്കാൻ പറ്റത്തില്ല. എൻ്റെ മരണത്തിലൂടെ, യേശുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെടുന്നതിലൂടെ, ക്രിസ്തു നടക്കുന്നതിലൂടെ മാത്രമേ ആ നടന്ന ഒരുവനിലൂടെ എനിക്ക് നടക്കാൻ പറ്റൂ. കണ്ടോ, വചനം വായിച്ചേ, ആ വചനം വായിച്ചേ. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം. പാപ ശരീരം നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു നാം അറിയുന്നു. കേട്ടോ, ഇത് വിശ്വസിച്ചോളണം. പഴയ മനുഷ്യൻ ആരോട് കൂടെ ക്രൂശിക്കപ്പെട്ടു? അടുത്ത് അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അടുത്ത് നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എങ്കിൽ അവനോട് കൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എങ്കിൽ ഞാൻ ആരോട് കൂടെ ജീവിക്കും? ക്രിസ്തുവിൽ ജീവിക്കുന്നവന് മാത്രമേ എവിടെ കൂടെ നടക്കാൻ പറ്റൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. എൻ്റെ സകലത്തെയും മരിക്കാൻ വിട്ടുകൊടുക്കുമ്പോൾ യേശു കർത്താവ് എന്നിൽ നിറയുകയും ക്രിസ്തു യേശു നടന്ന നടപ്പിലൂടെ കാഴ്ചയാലല്ല വിശ്വാസത്താൽ, കാഴ്ചയാലല്ല, സ്തോത്രം, കാഴ്ചയാലല്ല വിശ്വാസത്താൽ. ക്രിസ്തു നടന്ന നടപ്പിലൂടെ ഒരു ദൈവ പൈതലിന് കാഴ്ചയാൽ നടക്കാൻ പറ്റത്തില്ല സ്നേഹിതരെ, വിശ്വാസത്താൽ നടക്കാൻ പറ്റൂ. ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പൊരുതായെങ്കിൽ കിരീടം ഇല്ല. ചട്ടപ്രകാരം പൊരുതണം. ആലല് ചട്ട ഒന്നേ ഉള്ളൂ, യേശു നടന്ന നടപ്പ്, യേശു ജീവിച്ച ജീവിതം. യേശുവിനെ പോലെ എല്ലായിടത്തും ക്രിസ്തു യേശുവിനെ പോലെ. അങ്ങനെയെങ്കിൽ അത് എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ പറ്റുകയില്ല. പിന്നെ എങ്ങനെ പറ്റും? ഞാൻ അവിടെ മുട്ടുമടക്കുമ്പോൾ, ഞാൻ അവിടെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഞാൻ ആത്മാവിൻ്റെ ദാരിദ്ര്യം കൊണ്ട് കരയുമ്പോൾ, എൻ്റെ അവിശ്വാസത്തിൻ്റെ മുന പൊട്ടി യേശുവിൻ്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ, യേശുവാണ് എന്നെ വിളിച്ചതെന്നും എൻ്റെ വിളി ഉയരത്തിൽ നിന്നാണെന്നും ഭൂമിയിലുള്ള വിളി അല്ലെന്നും ഞാൻ മുട്ടുമടക്കുമ്പോൾ മാത്രമല്ല, ഞാൻ തകരുന്നൊരു ഹൃദയം എനിക്ക് വരും. അവിടെ വെച്ച് എനിക്ക് മനസ്സിലാകും, അയ്യോ അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല കർത്താവേ, ഇതാ ഞാൻ മരിക്കാൻ ഒരുക്കമാണ്. ക്രിസ്തു യേശുവിൽ ക്രിസ്തു യേശു എന്നിൽ നിറയണമേ. ഞാൻ എന്നിലും ഇരിക്കട്ടെ. അങ്ങാകുന്ന വൃക്ഷത്തിൽ, അങ്ങാകുന്ന മുന്തിരിവള്ളിയിൽ ഞാൻ കൊമ്പായിരിക്കട്ടെ അപ്പാ. അതിൻ്റെ അപ്പുറത്ത് എനിക്കൊന്നും വേണ്ട. ഹല്ലേലൂയ. അതിൻ്റെ അപ്പുറത്ത് എനിക്കൊന്നും വേണ്ട എന്ന് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ അവിടെ വിശ്വാസത്തോടെ നടക്കുന്ന നമ്മളല്ല. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുവട് ലഘുവും. ഞാൻ അവിടെ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാനല്ല നടക്കുന്നത് യേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. 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 ഹല്ലേലൂയ. അപ്പം ഞാൻ എവിടെ നിൽക്കുക? യേശു നടന്ന വഴിയുടെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുകയാണ്. പക്ഷെ എന്നെ കൊണ്ട് നടക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ നടന്നേ തീരൂ. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന യവനുമല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്തേ തീരൂ. പക്ഷേ എനിക്കിഷ്ടം ചെയ്യാനുള്ള കഴിവും ഇല്ല, എന്നെ കൊണ്ട് പറ്റുകയില്ല. ഇഷ്ടം ചെയ്യാനോ ക്രിസ്തുവിനേശിനെ പോലെ നടക്കാനോ ഒന്നിനും എനിക്ക് പറ്റുന്നില്ല. പക്ഷെ അവിടെ നിൽക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, മക്കളെ സ്തോത്രം, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുവട് ലഘുവുമാണ്. ചാകാൻ നിനക്കൊരുക്കമുണ്ടോ? നിറയാൻ ഞാനൊരുക്കം. നടക്കാൻ ഞാനൊരുക്കം. നീ എൻ്റെ കയ്യിൽ നിന്നാൽ മതി, ഞാൻ നടന്നോളാം. നോക്കിയേ, ആര് നടക്കും? യേശു നടക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ വിശ്വസിക്കുകയാണ്. ഞാൻ വിശ്വസിച്ചു. എങ്ങനെ വിശ്വസിച്ച്? ഞാനല്ല, യേശുവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരിക്കലും തോന്നൂല ഞാൻ അതുപോലെ നടക്കാൻ എനിക്ക് പറ്റിയെന്ന് ഒരിക്കലും തോന്നൂല. നോക്കിയേ, സ്തോത്രം. ഈ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ കർത്താവിന് ചില ആൾക്കാർ നല്ല ദൈവകൃപയോടെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഭൂമിയിൽ.
കർത്താവിനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ജ്വലിച്ച് ജീവിക്കും. ഒരുപാട് ദൈവമക്കളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ അവരെ കാണുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് കർത്താവിൻ്റെ കൃപയുള്ള പൈതലാണെന്ന് പറയും, ഇല്ലേ? പറയൂലേ? പറയും. ശരിയാണ്. പക്ഷേ സ്വത്ര നമ്മളും പറയും, അല്ലേ? നമ്മളെ കാണുന്നവരും പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവത്തിന് ദൃഷ്ടിയിൽ ഇത് കാണണ്ടേ. അത് ഈ മനുഷ്യൻ നോക്കുന്ന നടപ്പല്ല യേശു നോക്കുന്നത്. യേശു നടന്ന വഴിയിലൂടെയുള്ള നടപ്പ്. അതിന് നമുക്കിവിടെ വേറെ ഒരു രീതിയിൽ നടക്കാനും പറ്റില്ല. അവിടെ ആരുടെ പറ്റൂ? ഈ കൊമ്പായിട്ട് നിൽക്കാനേ പറ്റൂ. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കൊമ്പായിട്ട് നിന്നുകൊണ്ട് ജീവിക്കുന്ന ജീവിതത്തിന് മാത്രമേ യേശുവിനോട് സ്വർഗത്തിലെത്തുകയുള്ളൂ. ആ യേശു നടന്ന പോലെ നടക്കാനും പറ്റുന്നത് അവിടെയാണ്. അവിടെ എനിക്ക് പ്രശംസ ഉണ്ടാകൂല, എനിക്ക് പൊങ്ങച്ച ഉണ്ടാകൂല, ഞാൻ എന്തോ ആണെന്ന് എനിക്ക് തോന്നൂല, വേറെ ഒന്നും തോന്നൂല. പിന്നെ അവിടെ നടക്കുന്നത് യേശുവാണ്, ഞാൻ യേശുവിൻ്റെ അകത്താണ്. ഇനി യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അടുത്ത വാക്യം മുതൽ വായിച്ചേ. നേരത്തെ വായിച്ച് നിർത്തി അടുത്ത വാക്യം മുതൽ വായിച്ചേ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ, നോക്കിയേ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ. കണ്ടോ? കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ല സ്വയമായി കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾ കഴിയുകയില്ല. ക്രിസ്തുവിൽ വസിക്കാത്ത ഒരാളിന് ഈ വഴിയെ നടക്കാൻ പറ്റത്തില്ല. ഏത് വഴി? യേശു നടന്ന വഴി. യേശു ക്ഷമിച്ചത്, യേശു താണത്, യേശു ദീർഘക്ഷമ കാണിച്ചത്, യേശു സ്നേഹിച്ച സ്നേഹത്തിൻ്റെ വഴി, യേശു സഹിച്ച സഹനത്തിൻ്റെ വഴി, യേശു എന്തെല്ലാം അനുഭവിച്ചു. ഇതിൻ്റെയൊക്കെ നടുവിലൂടെ എനിക്ക് യേശു അല്ലാതെ നടക്കാം. ഒരു ചെകിട് തടിക്കുന്നത് മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കണം. യേശുവിനെ കറക്കിച്ച് തുപ്പി, നമ്മളെ കറക്കിച്ച് തുപ്പി തുടച്ചു കളഞ്ഞിട്ട് പോകും നമ്മൾ. പക്ഷെ ഈ വഴി കൂടെയാണ് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാർക്കിച്ച് തുപ്പി എന്ന് വെച്ചോ, കാർക്കിച്ച് തുപ്പി. നമ്മൾ യേശുവിനെ കാർക്കിച്ച് തുപ്പിയോ ഇല്ലേ? തുപ്പിയില്ലേ? തുപ്പി. പക്ഷെ യേശു ക്രിസ്തു നടന്നൊരു വഴിയുണ്ട്. പക്ഷെ എന്നെ കാർക്കിച്ച് തുപ്പി തുടച്ച് കളയാം. ആൾക്കാർ കാണുമ്പോൾ യേശുവിനെ തുപ്പിയതുപോലെ ആ സിസ്റ്ററിനെ തുപ്പിയെന്ന് പറയാം. പക്ഷേ ആ വഴിയിലൂടെ ജനത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ യേശുവിനെ തുപ്പിയ പോലെ തുപ്പിയെന്ന് പറയും. പക്ഷെ യേശുവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ നടക്കുന്ന വഴി ഏതെന്ന് നോക്കും? അത് ആർക്ക് കാണാൻ പറ്റൂല? മനുഷ്യന് കാണാൻ പറ്റൂല ഈ വഴി. അത് യേശുവിന് മാത്രമേ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ? യേശുവിന് മാത്രമേ ഈ വഴി കാണാൻ പറ്റൂ. മനുഷ്യൻ നോക്കുമ്പോൾ ആ തുപ്പൽ തുടച്ച് കളഞ്ഞിട്ട് അവരങ്ങ് നടന്നു പോയി, സ്തോത്രം പറഞ്ഞു. അവരും സ്തോത്രം പറഞ്ഞിട്ട് അങ്ങ് പോകും. കൊള്ളാം, ആ സിസ്റ്റർ അല്ലെങ്കിൽ ആ ദൈവ മനുഷ്യൻ, അത് യേശുവിൻ്റെ പൈതൽ ഓക്കെ തന്നെ. പക്ഷേ യേശുവിൻ്റെ കണ്ണി നോക്കുമ്പോൾ ഒരു ലോക മനുഷ്യൻ നടക്കും പോലെ തുപ്പലൊക്കെ തുടച്ച്, പക്ഷേ വഴി അതിലല്ല. താൻ മരിച്ചിട്ടല്ല, തുപ്പൽ തുടച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് താൻ മരണം സമ്മതിച്ചു എന്നും അറിയാൻ പറ്റത്തില്ല. അതാരുടെ കണ്ണിന് മാത്രമേ വെളിപ്പെടൂ. കണ്ടോ? വെളിപ്പെടുമെന്ന് ആരുടെ കണ്ണിൽ? യേശുവിന്. അതെങ്ങനെ വെളിപ്പെടുന്നു ചോദിച്ചാൽ, എപ്പോൾ അറിയുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിലേക്കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ. ഞാൻ ഇവിടെ വന്ന് നിന്നു, ഞാൻ പറഞ്ഞു ഈ വചനങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? എന്തൊക്കെ പറഞ്ഞു? ഞാൻ അവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി യേശു നടന്ന നടപ്പിലൂടെ നടക്കാൻ ഈ ശരീരത്തിൽ, ഈ ജീവിതത്തിൽ പറ്റത്തില്ല. അപ്പോൾ അവിടെ മരിച്ചു കൊടുത്താലേ പറ്റൂ. എന്നിലുള്ള ഒന്നും കൊണ്ട് അവിടെ നടക്കാൻ പറ്റൂല. യേശു നടന്നതുകൊണ്ട്, യേശു നടന്ന വഴിയിലൂടെ നടക്കണമെങ്കിൽ ഞാൻ യേശുവിലും യേശു എന്നിലും ആകണം. ആ മുന്തിരി വള്ളിയിലെ കൊമ്പാകണം. സ്തോത്രം. അപ്പോൾ അങ്ങനെ ആകണമെങ്കിൽ ഞാൻ അവിടെ ചാകാൻ ഏൽപ്പിക്കണം. 2, എനിക്ക് വിശ്വാസം വരണം. 3, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുവട് ലഘുവുമാണെന്ന് കർത്താവ് പറഞ്ഞ വചനത്തിൽ ഒരു ഉറപ്പ് വരണം. അവിശ്വാസം എൻ്റെ ജീവിതത്തിൽ നിന്ന് പൊട്ടണം. അവിടെ കിടന്നാണ് വിളിക്കുന്നത്. അവിടെ കിടന്നാണ് പറയുന്നത്. ആത്മാവിൻ്റെ ദാരിദ്ര്യം കൊണ്ട് ഒരിക്കൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരാൾ കടന്നു വന്നപ്പോൾ സ്തോത്രം അവിശ്വാസ നിമിത്തമാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ കിടന്ന് അലറിക്കരഞ്ഞു, കർത്താവേ എൻ്റെ അവിശ്വാസത്തെ ചികിത്സിക്കണമേ. കേട്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? എൻ്റെ അവിശ്വാസത്തെ അയാൾ കരഞ്ഞു എന്നാണ്. അപ്പോൾ അവിശ്വാസം അത്ര വലിയ പാപമാണ്. അവിശ്വാസം കണ്ടോ? അവിശ്വാസം പാപമാണ്. അപ്പോൾ വിശ്വസിക്കണം. പക്ഷെ അവിടെ വരുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് നോക്കി നമുക്കനുസരിച്ച് തികച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, മരിച്ച് യേശുവിൽ ജീവിച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. ഞാൻ തോറ്റു കൊടുത്താലേ അങ്ങോട്ട് പോകാൻ പറ്റൂ. പിന്നെ എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മിടുക്ക് കൊണ്ടോ ഞാൻ ചെയ്തു കൂട്ടുന്ന ഒന്നും കൊണ്ട് ഇതിലെ കൂടെ നടക്കാൻ പറ്റില്ല. ബാബേൽ ഗോപുരം ഒരുപക്ഷെ പണിയാം, പക്ഷെ ഇതിലെ കൂടെയുള്ള നടപ്പ് എനിക്ക് എൻ്റെ കഴിവുകൊണ്ട് പറ്റത്തില്ല. അവിടെ കിടന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവിനായിട്ട് വിളിക്കും. ഞാൻ തകരാൻ ഈ വഴി എന്തിനാ യേശു എനിക്ക് വെച്ചേ?
നിങ്ങൾക്കും എനിക്കും മുൻപിൽ ഈ വഴി എന്തിനാ യേശു വെച്ചേ? എന്തിനാ വെച്ചേ? അവിടെ തകരൂ, ഞാൻ അവിടെ വീഴൂ, അവിടെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുള്ളൂ. എങ്ങനെ? എന്നെ കൊണ്ട് പറ്റൂല കർത്താവേ എന്ന് ഏൽപ്പിക്കുന്ന ഒരേ ഒരു സ്ഥലം ഇവിടെയാണ്. അവിടെ ഞാൻ തകരാൻ, അവിടെ ഞാൻ ഉടയാൻ, അവിടെ എന്നെ കൊണ്ട് കഴിയില്ല കർത്താവേ എന്ന് പറയാൻ എൻ്റെ ദൈവം കൊണ്ട് എത്തിക്കുന്നൊരു സ്ഥലമാണ് ഈ സ്ഥലം. ഈ സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് പറയും, ഈ വഴിയെ നടന്നു പോവാം. അപ്പോൾ ഞാൻ തോക്കും. കർത്താവ് പറയും, ആത്മാവിൽ ദരിദ്രരായവർ പ്രാർത്ഥിക്കുമ്പോൾ ആ നടപ്പ് നടക്കാൻ ക്രിസ്തുവേശു കൃപാവരങ്ങൾ തരും, ശക്തി തരും. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ജനങ്ങൾ നോക്കുമ്പോൾ പറയുന്നു, ആ സിസ്റ്ററിൽ യേശു ഉണ്ട്, എല്ലാവരും നോക്കുമ്പോൾ ഓ അത് യേശുവിൻ്റെ പൈതലാന്ന് പറയുന്നു. പക്ഷെ ഞാൻ എന്നെ നോക്കുമ്പോൾ എന്തില്ല, എന്നിലൊന്നും ഇല്ല. ഞാൻ നടക്കുകയാണ്, പക്ഷേ യേശു എന്നെ നോക്കും. എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എങ്ങോട്ട് നടക്കാനാണ്. ഈ ലോകത്തിൽ ഒരുപാട് വഴിയുണ്ട്, ഇതിനകത്തൂടെ യേശുവിൻ്റെ വഴിയും കിടക്കുന്നു, മറ്റൊരുപാട് വഴികളുണ്ട്. പക്ഷേ എൻ്റെ നടപ്പും എൻ്റെ ലക്ഷ്യവും അത് ഈ നാട്ടുകാർക്കോ എൻ്റെ കൂടെ നടക്കുന്നവർക്കോ എന്നെ അറിയാമെന്നുള്ളവർക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല. എൻ്റെ അകത്തുള്ള ഇഷ്ടവും ആഗ്രഹവും ദാഹവും താല്പര്യവും ആവേശവും ആ വെമ്പൽ, അകത്തുള്ള എൻ്റെ വെമ്പലും ഞരക്കവും ഈ വഴിയിലൂടെയാണ് നടക്കാനെങ്കിൽ അത് നടക്കണം. ഇതാണ് യേശു ജീവിച്ച പോലെ ജീവിക്കണം, ഈ വഴി എനിക്ക് നടക്കണം എന്ന് എൻ്റെ അകത്ത് ഉള്ള ഞരക്കവും സങ്കടവും തേങ്ങലും വെപ്രാളവും പെടയലും വിളിയും പ്രാർത്ഥനയും ആരാധനയും ദൈവത്തിൻ്റെ മുമ്പിൽ വീഴുന്നതല്ലേ ഇതിനാണെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന ആർക്കും കാണാൻ പറ്റത്തില്ല. പിന്നെ ആര് കാണും? ഞാനിവിടെ നിന്ന് അങ്ങ് ചെല്ലും. ഞാൻ പറഞ്ഞു ഒരു ദിവസം യേശു ക്രിസ്തു 250 നിലയുടെ മുകളിൽ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ആരെടുത്ത് ഓടുകയാണ്? ഞാൻ എങ്ങോട്ട് ഓടുക? 250 നിലയുടെ മുകളിലാണ് ഓടുന്നത്. പക്ഷെ എത്ര ഓടിയിട്ടും അങ്ങോട്ട് എത്തുന്നില്ല. 1 ആയി 2 ആയി 3 ആയി, എത്ര നിൽക്കുകയാണ്? 250 നില നിൽക്കുകയാണ്. സമയം അങ്ങ് കഴിഞ്ഞു പോയി. 25-30 നില എത്തി. ഇന്നും കിടക്കുന്നു 200-ലധികം നിലകൾ മുകളിൽ കയറാൻ. ഞാൻ എത്തിയില്ല. അവസാനം ഞാൻ മരിച്ചു യേശുവിൻ്റെ അടുത്ത് എത്തി. ഞാൻ പറഞ്ഞു, കർത്താവേ ഒരു രക്ഷയില്ലപ്പാ, 4 ഭാഗം പോലും എനിക്ക് ഓടാൻ ഒട്ടുമേ പറ്റിയില്ല. അപ്പോൾ എന്നെ അങ്ങ് നരകത്തിൽ തന്നെ വിട്ടോ അപ്പം, എന്നെ കൊണ്ട് എനിക്ക് അപ്പച്ചൻ്റെ അടുത്ത് ഇരിക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ല എന്ന് പറയുമ്പോൾ യേശു പറയുന്ന വരി എന്തായിരിക്കും എന്നറിയാമോ? ശാലിനി, നിൻ്റെ ഹൃദയവും നിൻ്റെ ആവേശവും നിൻ്റെ താല്പര്യവും നിൻ്റെ ഇഷ്ടവും നിൻ്റെ ചിന്തയും നീ എവിടെ കൊണ്ട് വരാനാണ് ആഗ്രഹിച്ചതെന്നും നീ ആരെപ്പോലെ ആകാനാണെന്ന് ആഗ്രഹിച്ചതെന്നും നിൻ്റെ ഓട്ടം വേറെ ഒരിടത്തോട്ടും അല്ല നിൻ്റെ കണ്ണെന്നും ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അത് അറിയുന്നു, ഞാനത് മനസ്സിലാക്കുന്നു. നീ എൻ്റെ അടുത്ത് എത്തിയില്ലെങ്കിലും നിൻ്റെ ലക്ഷ്യം, നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, നിൻ്റെ ദാഹം, നിൻ്റെ ആവേശം ഇതാകയാൽ വാ എൻ്റെ അടുത്ത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? അപ്പോൾ എൻ്റെ കഴിവുകൊണ്ടാണോ അവിടെ എത്തിയേ? 10 നില നടന്ന എൻ്റെ കഴിവുകൊണ്ടാണോ? അല്ല, അതിനുമ്പേ ഞാൻ പോയി എന്ന് വെച്ചോ. അപ്പോൾ കർത്താവ് നോക്കുന്നത് എന്തോന്നാ? അതുവരെ ജീവിച്ച അത്രയും കാലഘട്ടം എൻ്റെ അകത്ത് വന്ന ആവേശവും ദാഹവും. പക്ഷെ എന്നെ നോക്കുമ്പോൾ ഒന്നും ചെയ്തതായിട്ട് എനിക്ക്, കാരണം ഞാനല്ലല്ലോ ചെയ്തത്, തോന്നാൻ ഞാൻ ചെയ്തിട്ടില്ല, അതല്ലേ തോന്നാത്തേ. പിന്നെ ആരാ ചെയ്ത്? അവിടം വരെ നടന്നത് ആരാ? 250 നിലയിലെ മുകളിൽ കർത്താവ് നിൽക്കുന്നു. ആ 250 10-25 ഞാൻ പോയി, അത്രയും ദൂരവും നടന്നത് ഞാനല്ല. പിന്നെ ആരാ? യേശു. ഇനി എൻ്റെ ആഗ്രഹം എങ്ങോട്ടാ? സ്വത്രം. എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ലാതു നിശ്ചയം, വേഗം കാണും എൻ മണാളനെ. വ്യർത്ഥമല്ല അതു നിശ്ചയം, വേഗം കാണും എൻ മണാളനെ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തകനാൽ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തകനാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ, പ്രത്യാശയൻ പ്രദീപമേ, എന്നാശ ഒന്നു മാത്രമേ, അങ്ങ് കാണുവാൻ നിന്റെ തേജസ്സിൽ. എന്നാശ ഒന്നു മാത്രമേ, അങ്ങ് കാണുവാൻ നിന്റെ തേജസ്സിൽ. ഉയർത്തി സുപ്രഭാതത്തിൽ
ദൂതർ വീണ വീട്ടു സംഘത്തിൽ ആ പൊൻ കിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ ആ പൊൻ കിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ എന്നാശ ഓ കൃപ അങ്ങേ കാണുവാൻ വിണ്ടേജസിൽ എന്നാശ ഒന്നു മാത്രമേ അങ്ങേ കാണുവാൻ വിണ്ടേജസിൽ എന്നാശ ഒന്നു മാത്രമേ അങ്ങേ കാണുവാൻ വിണ്ടേജസിൽ എന്നാശ ഒന്നു മാത്രമേ അങ്ങേ കാണുവാൻ വിണ്ടേജസിൽ മേഘം പൊങ്ങി കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരാറാ ആശപാശമാകും കുറ്റികൾ മുറ്റുമായി അറുത്തു നീക്കണം ആശപാശമാകും കുറ്റികൾ മുറ്റുമായി അറുത്തു നീക്കണം കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ എന്നാശ ഒന്നു മാത്രമേ അങ്ങേ കാണുവാൻ വിണ്ടേജസിൽ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഓട്ടവും അധ്വാനം ഒന്നും വ്യർത്ഥമല്ല ദൈവത്തിന് സ്തോത്രം അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നടന്ന വഴിയിലൂടെ നടക്കാനുള്ള ഒരു വിളി എനിക്കും നിങ്ങൾക്കും ദൈവം വച്ചിട്ടുണ്ട് പക്ഷേ ആ ഓട്ടത്തിലൂടെ നടക്കാൻ എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ ജ്ഞാനമോ എൻ്റെ പരിജ്ഞാനമോ ഒന്നിനും പറ്റത്തില്ല എൻ്റെ കഴിവുകളെല്ലാം അവിടെ മരിക്കും നോക്കിയേ അവിടെ എത്തുമ്പോൾ ഞാൻ ആത്മാവിൻ്റെ ദാരിദ്ര്യം കൊണ്ട് ഞാൻ കർത്താവിനെ നിലവിളിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധ ആത്മാവിനെ ആ ശുദ്ധീകരിക്കപ്പെട്ടത് വിശുദ്ധൻ്റെ ആത്മാവിനെ ദൈവം അങ്ങ് നിറയ്ക്കും ഓരോന്നായിട്ട് എങ്ങനെ നിറയ്ക്കും എന്തോന്ന് നിറയ്ക്കും അവിടെ എന്തോന്ന് നിറയ്ക്കും ആ പാത്രത്തിനകത്ത് എന്തോന്ന് നിറയ്ക്കും വിശുദ്ധൻ്റെ ഓരോ സ്വഭാവത്തെ നിറയ്ക്കും നമുക്കറിയാം ചില ആൾക്കാർ ഇപ്പം നമുക്കറിയാം നമ്മളെ വീട്ടിൽ തന്നെ നോക്കിയാൽ മതി ഇത് പറയണമെങ്കിൽ അത് പറയേണ്ടി വരും നമ്മളെ വീട്ടിനകത്ത് നോക്കിയാൽ മതി നമ്മളിൽ ചില സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ അത് പള്ളി വരുന്നതിന് മുമ്പ് ഉണ്ട് പള്ളി വന്ന ശേഷം ആ സ്വഭാവം ഉണ്ടോ ഇല്ലേ ഉണ്ട് സമ്മതിച്ചുണ്ട് എന്നാൽ ചിലർ സമ്മതിക്കത്തില്ല ചിലർ ഇല്ല ഇപ്പം ഞാൻ പള്ളി വന്ന ശേഷം മുഴുവൻ യേശുവിൻ്റെതായിട്ട് മാറി എന്നൊക്കെ പറയും പക്ഷെ ചിലരങ്ങ് സമ്മതിച്ച് ഓരോരുത്തർ ദൈവത്തെ സ്തുതിക്കുന്നു വരുന്ന നാളിൽ നമ്മളെ സ്വഭാവം വേണ്ട പിന്നെ ആരെ സ്വഭാവം അവിടെ വരട്ടെ യേശുവിൻ്റെ സ്വഭാവം അവിടെ വരട്ടെ ശ്രദ്ധിച്ച് കേട്ടെ ഹല്ലേലൂയ അപ്പോൾ നമ്മൾ വീട്ടിനകത്തുള്ള അപ്പോൾ നമ്മളെ നോക്കിയാൽ നിങ്ങൾ എത്ര പേര് നിങ്ങളെ സ്വഭാവം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ നമ്മൾ വീട്ടിൽ നോക്കിയാൽ നമുക്കറിയാം ചില ആൾക്കാർ പറയും ചില സഹോദരിമാരോട് ചോദിച്ചാൽ പറയും വേണ്ട ചേട്ടൻ്റെ കൂടെ ഇപ്പോൾ പറയണ്ട എന്താ സിസ്റ്ററെ അത് എനിക്ക് അവരുടെ സ്വഭാവം അറിയാം ചിലപ്പോൾ ഇപ്പം പറഞ്ഞ വയലൻ്റ് കണ്ടിട്ടില്ല ചില ശരിയാണ് തെറ്റാണോ അതാ മനുഷ്യൻ്റെ സ്വഭാവം ആർക്കറിയാം ഭാര്യയ്ക്ക് എന്നിട്ട് ഭാര്യ പറയും ചേട്ടൻ്റെ സ്വഭാവം ഇതാണ് തന്നെയല്ലേ ആണോ ചില ഭർത്താക്കന്മാരെ പറയും ഇപ്പം അവളോട് പറയണ്ട അവൾ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവകാരിയാണ് ഇത് സൈലൻ്റായിട്ട് പതുക്കെ കുറേശ്ശെ എന്തെങ്കിലും ചെയ്ത് പറയും ഇപ്പം പറയണ്ട എന്താണ് ഭർത്താവ് അങ്ങനെ പറയാൻ കാരണം അത് ഭാര്യയുടെ സ്വഭാവമാണെന്ന് ആര് കണ്ടു ഇത് എവിടെ നിന്നാലും പൊട്ടിത്തെറിക്കുന്ന ആളാണെന്ന് ആർക്കറിയാം ഭർത്താവിന് ഭാര്യയെക്കുറിച്ചും അറിയാം ഭാര്യയ്ക്ക് ഭർത്താവിനെക്കുറിച്ചും
അറിയാം തന്നല്ലോ. അത് സ്വഭാവമാണ്. ഏത്? അതൊരു സ്വഭാവമാണ്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം എൻ്റെ അകത്ത്, ക്രിസ്തു നടന്ന ആ സ്വഭാവം, താഴ്മയുടെ ഒരു സ്വഭാവം, ഭക്തിയുടെ, നേരത്തെ കഴിഞ്ഞ നാൾ പറഞ്ഞു, ഭക്തിയുടെ സ്വഭാവം ഈ കഴുകപ്പെട്ട പാത്രത്തിനകത്ത് യേശു അപ്പച്ചൻ്റെ ആ വഴിയെ നടന്ന ആ സ്വഭാവം എൻ്റെ അകത്ത് നിറയുമ്പോൾ ഞാൻ സമയത്തും അസമയത്തും എന്ന് പറഞ്ഞാൽ നേരത്തെ ഇന്നാൾ കത്തിയുടെ ഇത് പറഞ്ഞില്ലേ, അത് സീസണിലും അൺസീസണിലും ഫലം കായ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത്തിയിൽ സീസണിൽ മാത്രമേ ഫലമുള്ളൂ. പക്ഷേ ഈ വഴിയിലൂടെ ഞാൻ നിൽക്കുമ്പോൾ ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവത്തിന് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവം എൻ്റെ അകത്തങ്ങ് നിറയ്ക്കുമ്പോൾ പിന്നെ ഏതില്ല. നേരത്തെ പറഞ്ഞില്ലേ, അത് ഇന്ന ആളിൻ്റെ സ്വഭാവമാണ്. പക്ഷേ അത് ഈ ലോകത്തിൻ്റെ സ്വഭാവമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞതും ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പറഞ്ഞതും. എന്നാൽ ഈ സ്ഥാനത്ത് യേശുവിൻ്റെ സ്വഭാവം വരുമ്പോൾ അത് എവിടെ പോയാലും രഹസ്യങ്ങളില്ലാതെ പരസ്യത്തിലും രഹസ്യത്തിലും യേശു ഈ റോഡെ നടന്നപ്പോൾ എന്താണോ അകത്ത് ചിന്തിച്ചത്, എന്താണോ സംസാരിച്ചത്, എന്താണോ നോക്കിയത്, അതുപോലെ എന്നെ ആക്കി മാറ്റും. മനസ്സിലായോ? എന്തോ ഞാൻ പറഞ്ഞ മനസ്സിലായി കാണോ? എവിടെ പോയാലും ഇപ്പോൾ സ്വത്രം ഞാൻ പറഞ്ഞില്ലേ, ആ കോപമുള്ള ആൾ, അതിപ്പോൾ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അല്ലേ, അത് അവർക്ക് അറിയാം. പക്ഷേ അവിടെ യേശുവിൻ്റെ സ്വഭാവം വരുമ്പോൾ ആ ഭർത്താവ് പറയും, ഭാര്യ പറയും, അത് എന്തു പറഞ്ഞാലും ചലിക്കത്തില്ല. അവിടെ ഇപ്പം അയാളല്ല. എന്തൊക്കെ പൊട്ടിത്തെറി വന്നാലും അവർക്ക് അനങ്ങാൻ പറ്റാത്ത ദൈവത്തിൻ്റെ സ്വഭാവം കൊണ്ട് അവിടെ ദൈവം അങ്ങ് ഫില്ല് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായോ? അത് മാറൂല. അത് ഓന്തിൻ്റെ നിറം മാറും പോലെ മാറുന്നതല്ല. പ്രശ്നം വരുമ്പോൾ ഒന്നും, പ്രശ്നം ഇല്ലാത്തപ്പോഴൊന്നുമല്ല. അത് പ്രശ്നം വന്നാലും വന്നില്ലെങ്കിലും, ഒറ്റയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ആ മനുഷ്യൻ്റെ സ്വഭാവം യേശുവിൻ്റെ സ്വഭാവമാകിയാൽ അത് യേശു നടന്നതുപോലെ നടക്കുവാൻ ആ സ്വഭാവത്തിലൂടെ, ആ വഴിയിലൂടെ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ വ്യക്തി നടക്കുകയും ചെയ്യും. ആ സ്വഭാവത്തിനകത്ത് ഒരു മാറ്റവും. നിങ്ങൾക്ക് മനസ്സിലായോ? അത് ആരുടെ സ്വഭാവം? അകത്ത് വരുമ്പോൾ യേശുവിൻ്റെ സ്വഭാവം. ചില മനുഷ്യരുടെ സ്വഭാവമുണ്ട്, നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെ പറയും. പക്ഷെ ആ സ്ഥാനത്ത് അത് മാറി, അത് കഴുകി ശുദ്ധീകരിക്കപ്പെട്ട പാത്രത്തിൽ ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവം വരുമ്പോൾ അത് എവിടെ കൂടെ പോയാലും ക്രിസ്തു യേശുവിൻ്റെ താഴ്മ വന്നാൽ ആ താഴ്മയായിരിക്കും. ഹല്ലേലൂയ. അത് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ പൊട്ടിത്തെറിച്ച സ്ഥാനത്തും ഒന്നും മിണ്ടുകയില്ല. തൊട്ടപ്പുറത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹം വന്നാലും അതുപോലെ ആയിരിക്കും ആ റോഡെ കൂടെ നടക്കുന്നത്. ഇതെല്ലാം കാണുന്ന കണ്ണ് യേശുവിൻ്റെതാണ്. ഇതെല്ലാം മനസ്സിലാക്കുന്ന കണ്ണ് യേശുവിൻ്റെതാണ്. കണ്ടോ, അവിടെ എനിക്ക് അഭിമാനിക്കാൻ കാരണമില്ല. കാരണം അവിടെ നിറയുന്നതെല്ലാം യേശുവാണ്. ആ റോഡെ കൂടെ നടക്കാൻ ഇന്നത് വേണം ശാല്യെന്ന് യേശു പറയും. അപ്പച്ചൻ്റെ മുമ്പിൽ മുട്ടുമടക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ അകത്ത് എൻ്റെ അപ്പൻ കരുണയാൽ, കൃപയാൽ, ദയയാൽ അപ്പൻ്റെ അകത്തിരിക്കുന്ന ആ ദിവ്യ സ്വഭാവങ്ങൾക്ക് പങ്കാളിയായി തീർക്കുവാൻ. ഹല്ലേലൂയ. ദിവ്യ സ്വഭാവങ്ങൾക്ക് ദിവ്യ സ്വഭാവം ആരുടെ സ്വഭാവം? യേശുവിൻ്റെ സ്വഭാവം. ആ യേശുവിൻ്റെ സ്വഭാവത്തിന് പങ്കാളിത്തം ആർക്കുണ്ട്? യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന എനിക്കത് തന്നിരിക്കുകയാണ്. ആ പങ്കാളിയായി ഓരോ സെക്കൻഡും ആ റോഡിലൂടെ നടന്ന് ഞാൻ എന്നെ നോക്കുമ്പോൾ ഒരിക്കലും തികഞ്ഞതായിട്ട് തോന്നത്തില്ല. പക്ഷേ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയതായിട്ട് തോന്നത്തില്ല. പക്ഷേ യേശുവിൻ്റെ മനുഷ്യൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ആ ബ്രദർ കൊള്ള, ആ ദൈവ പൈതൽ കൊള്ള എന്നൊക്കെ തോന്നിയാലും നമ്മുടെ അവരവരെ കണ്ണിൽ, ഈ റോഡെ നടക്കുന്ന യേശു നടന്ന വഴിയിലൂടെ നടക്കുന്ന അവരവരുടെ കണ്ണിൽ നോക്കുമ്പോൾ അവരവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും തോന്നുകയില്ല. പിന്നെയോ യേശു കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ കർത്താവ് പറയും, മക്കളെ, നിന്റെ ലക്ഷ്യം ഞാൻ കണ്ടു, നിന്റെ ആഗ്രഹം ഞാൻ കണ്ടു, നിന്റെ ആവേശം കണ്ടു, നിന്റെ താല്പര്യം കണ്ടു, നിന്റെ ദാഹം ഞാൻ അറിഞ്ഞു, നിന്റെ ആവേശവും നിന്റെ ആഗ്രഹവും നിന്റെ ഇഷ്ടവും ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ നടന്ന് തികച്ച് പൂർത്തീകരിച്ച 100 മാർക്ക് ഞാൻ നിനക്കിടുന്നു, നീ എൻ്റെ അടുത്തിരുന്നു. കണ്ടോ, ഇവിടെയാണ്, അവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതാണ് നമുക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളല്ല, നമ്മളെ കൊണ്ട് ഒന്നിനും ചെയ്യാനോ പൂർത്തീകരിക്കാനോ പറ്റത്തില്ല. ഇന്ന് ഇതിനകത്ത് കർത്താവ് പറയുന്നു, യോഹന്നാൻ അടുത്ത വാക്യം വായിച്ചേ. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അടുത്ത കണ്ടോ, ഫലം കായ്ക്കുന്നത് എങ്ങനെയാ? യേശുവിൽ വസിക്കുമ്പോഴാണ് ഈ റോഡെ നടന്ന് ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അടുത്ത വരി. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയും. യേശു നടന്ന വഴിയിലൂടെ നടക്കണമെങ്കിൽ യേശുവിൽ തന്നെ ആയിരിക്കണം. അല്ലാത്ത ഒരാളിന് യേശു നടന്ന വഴിയെ എന്ന് പറഞ്ഞാൽ ഒരു റോഡ് ഇവിടെ കൂടെ ഏറ്റിക്കര വരെ വെട്ടിയിട്ടിരിക്കുകയാണത് യേശു നടന്ന, അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? അല്ല, യേശു ജീവിച്ച ഒരു ജീവിതം. അല്ല, നമ്മൾ യേശു ക്രിസ്തു സഞ്ചരിച്ച യേശു ക്രിസ്തു ആ മറിയയുടെ വീട്ടിൽ നിന്ന് ഇത്ര ഏത് വഴി, അതുകൊണ്ട് അങ്ങ് പോവാ, അതാണോ?
അവിടെ കൂടെ പോയി നടന്നിടത്തോളം, അതാണോ അതിൻ്റെ അർത്ഥം? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമല്ല. പിന്നെ യേശു ജീവിച്ച ഒരു ജീവിതം, ഈ ഭൂമിയിൽ സംസാരിച്ച ഒരു പാത. സംസാരിച്ച പാത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ ഉദ്ദേശിക്കുന്നത് നടന്നു പോകുന്ന റോഡല്ല. സംസാരിച്ച പാത, ജീവിച്ച ആ ജീവിതം, ആ സ്വഭാവം. വായിച്ചെടുത്ത വരി. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക തീയിലിടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ കണ്ടോ, അടുത്ത് നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ. അപ്പോൾ ഞാനൊക്കെ ഇതൊക്കെ എടുത്തു വെച്ച് എത്ര പ്രാർത്ഥിച്ചെന്നറിയാമോ? നിങ്ങൾ ഇച്ഛിക്കുന്ന എല്ലാം തരാമെന്ന് പറയൂലേ. ഒന്നുകൂടെ വായിച്ചാൽ വരി. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. എന്താണ് അതിന്റെ അർത്ഥം? ഇച്ഛിക്കുന്ന എല്ലാം കിട്ടുമെന്നാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാം കിട്ടും. പിന്നെ യേശു എന്നിലും ഞാൻ യേശുവിലായാൽ പിന്നെ യേശുവിലുള്ളതല്ലേ ഞാൻ പ്രാർത്ഥിക്കൂ. എന്റെ ഇഷ്ടമല്ല വരും അവിടെ ആത്മാവ് പക്ഷപാതം ചെയ്യും. കണ്ടോ, അവിടെ എൻ്റെ ഇഷ്ടം പ്രാർത്ഥിക്കാൻ പറ്റൂല. കാരണം ഞാൻ യേശുവിലും യേശു എന്നിലുമാണ്. അപ്പം നിയന്ത്രണം മുഴുവൻ ആരാ? ആത്മാവ്. അപ്പം വരുന്ന വാക്കുകളോ പ്രാർത്ഥനയോ ദൈവത്തിന് ഇഷ്ടമുള്ളതേ വരുമ്പോൾ അതിന് മറുപടിയും ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന്, സാരമെന്ന്? അടുത്ത വരി. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ. നോക്കിയേ, അപ്പോൾ ഈ ക്രിസ്തുവിൽ ഞാൻ നേരത്തെ പറഞ്ഞ വഴിയിൽ നിന്ന് ഞാനിങ്ങനെ അവിശ്വാസം പൊട്ടി, പിന്നെ ഞാൻ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു, പിന്നെ ഞാൻ ക്രിസ്തുവിൽ ജീവിക്കാൻ ഒരുക്കപ്പെട്ടു. ആ കർത്താവായ യേശു ക്രിസ്തു നടന്ന വഴിയിലൂടെ നടക്കാൻ എന്നെക്കൊണ്ട് പറ്റുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ തകർന്നു. യേശുവിനോട് കൂടെ എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടു. സഞ്ചരിക്കാൻ തുടങ്ങിയില്ലേ? ഇപ്പോൾ വായിച്ച വരി വായിച്ചേ. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ. കണ്ടോ, ഇത് നടക്കാൻ തുടങ്ങുമ്പോൾ എന്ത് കായ്ക്കും? ഏത് ഫലം? കഴിഞ്ഞ ദിവസം വരെ എൻ്റെ വീട്ടിൽ പകത്ത് വന്ന ഫലം ഏതാ? ഈ ലോകത്തിൻ്റെ ഫലം, പിശാചിൻ്റെ ഫലം, അപ്പൻ്റെ അമ്മയും കാണിച്ചു തന്ന വഴി, ആ ഫലവും. പക്ഷെ ഇപ്പോൾ ആ വഴിയിലൂടെ ആരെ ഫലം വരുന്നു? ഇത് കാണാനാണ് യേശു ദാഹിക്കുന്നത്. ഏത് ഫലം? യേശു നടന്ന റോഡെ നടന്ന് യേശുവിലൂടെ വന്ന അതേ ഫലം. ഇതിൽ മാത്രമേ ആൾക്ക് സന്തോഷമുള്ളൂ. അല്ല നമ്മൾ വേറെ വല്ലതും കൊടുത്ത് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ അവിടെ സന്തോഷം വരാൻ കാരണം എന്താ? നമ്മളിൽ യേശു നിറഞ്ഞിട്ട് യേശു നടന്നത് കൊണ്ടാണ് അവിടെ സന്തോഷം വന്നത്. അല്ല നമ്മൾ ചെയ്യുന്നതിനൊന്നിനും സന്തോഷം വരില്ല ദൈവത്തിന്. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ച വരി. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പോൾ കർത്താവായ യേശുവിലാണ് നടന്നതല്ലേ? കൊമ്പ് ഏതിലാണ് നിൽക്കുന്നത്? ഏതിലാണ് നിൽക്കുന്നത്? കൊമ്പ് ഏതിൽ? വൃക്ഷത്തിൽ. പക്ഷെ ഇവിടെ മാർക്ക് ആർക്ക് ഇട്ടു? വായിച്ച ആ വരി ഒന്നുകൂടെ വായിച്ച അവസാനം, ആ വരിയിൽ അവസാനം ഉണ്ടാവും ആ മാർക്ക്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഫലം നിങ്ങൾ ആര് ഫലം കായ്ച്ചെന്ന്? അയ്യോ, അവിടെ ഫലം കായ്ച്ച എന്തെന്ന് എഴുതിയിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ വളരെ മതി, ഒറ്റ വാക്ക്. മതി. നിങ്ങൾ എന്ന് പറഞ്ഞാര്? പക്ഷെ നടന്നതാര്? ഫലം വന്നതാക്ക്. ഫലം വന്നത് യേശുവിൻ്റെതാണ്. പക്ഷെ ഇപ്പൊ മാർക്കിട്ടതാർക്ക്? എനിക്ക് നിങ്ങൾക്കും. അവിടെ കിടക്കുന്നത് നിങ്ങൾ വളരെ ഫലം നോക്കിയാ. വായിച്ചൂടെ? ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ. അപ്പം ഇപ്പം ഫലം കായ്ച്ചത് ആരെന്നാക്കി ദൈവം? മാർക്ക് ആർക്കിട്ടു? പക്ഷെ നടന്നതും ഫലവും ആരുടേത്? മനസ്സിലായോ? പക്ഷെ മാർക്ക് കിട്ടിയതാർക്ക്? എന്തുകൊണ്ട്? ഞാൻ മരിച്ചു കൊടുത്തുല്ലേ, എന്നിട്ട് യേശു നടന്നുല്ലേ, എന്നിട്ട് അതിൻ്റെ മാർക്ക് കിട്ടിയതാർക്ക്? നടന്ന യേശുവിനാണോ? യേശുവിൻ്റെ ഫലം യേശു തന്നിട്ട് മാർക്ക് ആർക്ക് തന്നു? നമ്മളാണോ ചെയ്തത്? കണ്ടോ? നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ കാര്യം? ഒന്നുകൂടെ വായിച്ച വരി അകത്തിറങ്ങണം. അത് നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ. നിങ്ങൾ വളരെ, എന്നിട്ട് കർത്താവ് മാർക്കിട്ടത് നമുക്കാണ്. കർത്താവ് നടന്ന് കർത്താവിൻ്റെ ഫലം കർത്താവ് നമ്മളിലൂടെ പുറപ്പെടുവിച്ചിട്ട് ആ റോഡിലൂടെ നടന്ന് കർത്താവ് നടന്ന വഴിയിലൂടെ കർത്താവ് നടന്ന് കർത്താവിൻ്റെ ഫലം കർത്താവ് നമ്മളിലൂടെ പുറപ്പെടുവിച്ചിട്ട് മാർക്കിട്ടതാർക്ക്? നമുക്ക്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ട്? ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ എന്തോ ഒരുപാട് ചേനയൊക്കെ ചെയ്ത് മാർക്ക് കൂട്ടിയെന്നല്ല. പിന്നെ ഇവിടെ ആര് ചെയ്ത് നമുക്ക് മാർക്കുന്നത്? കണ്ടോ, ഇതാണ് സ്വർഗത്തിൽ നമുക്ക് ചെയ്യുന്നത്. കർത്താവ് തന്നെ നമ്മൾ വിശ്വസിച്ച് അങ്ങ് വിട്ടുകൊടുക്കുക. ബാക്കി കർത്താവ്
നടക്കും. നമ്മൾ അകത്തുള്ള ആവേശവും ദാഹവും ആര് കാണുന്നു? കർത്താവേ, എൻ്റെ ആത്മമണ്ഡലം നിറയ്ക്കണമേ, എൻ്റെ ദേഹിയെ നിറയ്ക്കണമേ, എൻ്റെ ദേഹത്തെ നിറയ്ക്കണമേ, അങ്ങേ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട ആളാക്കി എന്നെ നടത്തണമേ, എൻ്റെ ഇഷ്ടങ്ങളൊന്നും വരല്ലേ, അപ്പന് ഹിതത്തിന് വിരോധമായി ഉയർന്നു പോകുന്ന സകല ഉയർച്ചകളെ ഇടിക്കണേ. ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അല്ലേ? പ്രാർത്ഥിച്ചു, ദൈവത്തിന് സ്തോത്രം. പക്ഷേ പ്രാർത്ഥിച്ചെങ്കിലും നമ്മളെ ജീവിതത്തിനകത്ത് ദൈവത്തിന് സ്തോത്രം നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും എന്ത് വരുന്നില്ല, ഉദ്ദേശിക്കുന്ന ഫലമൊന്നും വരുന്നില്ല. പക്ഷേ എന്നാലും അങ്ങനെ ഫലം വന്നില്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നടന്ന നടപ്പിലൂടെ നമ്മളെ നടത്തിയിട്ട് കർത്താവാണ് നടക്കുന്നത്, കർത്താവാണ് ഫലം തരുന്നത്, കർത്താവിൻ്റെ സ്വഭാവമാണ് നമ്മളകത്ത് നിറയ്ക്കുന്നത്. എന്നിട്ട് ആ ഫലം ക്രിസ്തുവിൻ്റെതാണ്, ആത്മാവും ദൈവത്തിൻ്റെതാണ്. പിന്നെയോ നമ്മളവിടെ മറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ മാർക്ക് ഇടുന്നത് എനിക്ക് നിങ്ങൾക്കുമാണ്. അവിടെ വരുമ്പോൾ എൻ്റെ പരിജ്ഞാനമല്ല അവിടെ വേണ്ടത്. പിന്നെയോ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി എന്നിൽ ഉയർന്നു പോകുന്ന സകലത്തെയും തകർത്ത്, വേണ്ട, നീ മിണ്ടണ്ട, നീ അനങ്ങണ്ട, യേശു എന്നിൽ നടക്കട്ടെ, യേശുവിൻ്റെ ആത്മാവ് നിറഞ്ഞൊഴുകട്ടെ, ക്രിസ്തുവിൻ്റെ ഹിതമല്ലാത്ത എന്നിലൂടെ ഒന്നും വേണ്ട, ക്രിസ്തു നടന്ന നടപ്പ് മാത്രം വരട്ടെ എന്ന് അവിടെ വെളിപ്പെടുകയും എൻ്റെ ചിന്തകൾ, എൻ്റെ വിചാരങ്ങളെല്ലാം അവിടെ ഉടയും. മൊത്തം ആരുടെ നിയന്ത്രണത്തിലാകും? കർത്താവിൻ്റെ നിയന്ത്രണത്തിലാകും. നമ്മുടെ ദാഹം അറിയുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ ആഗ്രഹം അറിയുന്നൊരു ദൈവമുണ്ട്. യോഹന്നാൻ അടുത്ത വാക്യം കൂടെ ടക്കനെ വായിച്ചേ. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനായി എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ. ക്രിസ്തു യേശു തന്നെ നമ്മളിൽ ഫലം കായ്ച്ചിട്ട്, ക്രിസ്തു തന്നെ നമ്മളിൽ നിറഞ്ഞ് ഫലം കായ്ച്ചിട്ട് മാർക്കും നമുക്ക് ഇട്ടിട്ട് ഇനി മഹത്വപ്പെടുന്ന ആരാ? പിതാവ്. അടുത്ത വരി വായിച്ചേ. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ശിഷ്യന്മാരാകുന്ന എങ്ങനെയാണെന്ന്? അങ്ങനെ നിങ്ങൾ എൻ്റെ യേശു, പിതാവാകുന്ന ദൈവത്തിൻ്റെ ആഗ്രഹം പുത്രനാകുന്ന യേശുവിനെ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി തന്നുമില്ല, നമ്മളെ വീണ്ടെടുത്തു ഇല്ലേ? വീണ്ടെടുത്തു. ഇനി പിതാവാകുന്ന ദൈവത്തിൻ്റെ സഹോദരങ്ങളായി നമ്മൾ പല തവണ ഇവിടെ കേട്ടിട്ടുള്ള വചനമാണ്. സ്തോത്രം. കർത്താവ് ആദ്യജാതനും അടുത്ത ദൈവത്തിൻ്റെ സഭ അടുത്ത സഹോദരങ്ങളുമായി മാറാൻ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിനകത്ത് അതുണ്ട്. 28 മുതൽ അങ്ങോട്ട് ഇതുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് അതല്ല. സ്തോത്രം വായിച്ചേ. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എടുത്തൊരു വായിച്ചേ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28 മുതൽ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ഉണ്ട്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഏകജാതൻ എന്തോന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൺവെൻഷൻ പ്രസംഗത്തിൽ ഏതോ ഒരു ദിവസം ആദ്യത്തെ ഭാഗം കുറച്ച് ദൂരം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പുള്ള ഒരുപാട് മെസ്സേജുകളിൽ നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിനെ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അപ്പൊ കർത്താവ് ആരാകാൻ പോകും? യേശുക്രിസ്തു ആരാകാൻ പോകുന്നു? ആദ്യജാതൻ. പിതാവ് പുത്രനെ ഏൽപ്പിച്ചെന്ന് എന്തിനാണ്? എന്നെ വീണ്ടെടുക്കുവാൻ, എന്നെ രക്തത്താൽ വിലക്കി വാങ്ങിയിട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്താൽ നിറച്ച് യേശു നടന്ന വഴിയിലൂടെ നടന്ന് യേശുവിൻ്റെ സഹോദരനാക്കി മാറ്റി പിതാവാകുന്ന ദൈവത്തിൻ്റെ പുത്രന്മാരായ നമ്മളെല്ലാവരും പുത്രന്മാരും പുത്രിമാരുടെ ലിസ്റ്റിൽ. നിങ്ങൾക്ക് മനസ്സിലായോ? പിതാവാകുന്ന ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും. അതിൽ ഏകജാതൻ ആരായിരുന്നു? യേശു. ഇപ്പം ആരായി? ആദ്യജാതനായി. പിന്നെ നമ്മളെല്ലാം ആരായി? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നമ്മളെ നിറച്ച് ക്രിസ്തു നടന്ന വഴിയിലൂടെ നടപ്പിച്ച് ക്രിസ്തുവിനെ ധരിപ്പിച്ച് കർത്താവിൻ്റെ സഹോദരങ്ങളെ പോലെ, കണ്ടല്ലോ, സഹോദരങ്ങളായില്ലേ? സ്തോത്രം. അപ്പോൾ ദൈവത്തിന് ഒരുപാട് മക്കൾ, ഒന്നല്ല, യേശു മാത്രമല്ല. മനസ്സിലാവുന്നുണ്ടോ? യേശു മാത്രമാണ് മക്കളല്ല, പിന്നെ യേശു മൂത്തയാളാണല്ലേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഏകജാതനല്ല, ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ ആൾ. ഹല്ലേലൂയ. അതിൽ റോമർക്കെഴുതിയ ലേഖനത്തിനകത്ത് ഓർത്തുണ്ട്. അപ്പോൾ നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം ക്രിസ്തു യേശു നടന്ന വഴിയിലൂടെ നമ്മളെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല, അവിടെ കൊണ്ട് നിർത്തിയിട്ട് മക്കളെ നടന്നു വാന്ന് പറയും. അവിടെയാണ് ഞാൻ തകരുന്നത്, അവിടെയാണ് ഞാൻ കരയുന്നത്, അവിടെയാണ് യെശയ്യാപ്രവചനന്റെ പുസ്തകം 39-ാം അധ്യായത്തിലെ വചനം. അവിടെയാണ് കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. വായിച്ചേ. കാത്തിരിക്കുന്നവൻ ശക്തി. അവിടെ ഇരിക്കുമ്പോഴാണ്, അവിടെയാണ് ഞാൻ മുട്ടുമടക്കി പറയുന്നത്, അപ്പാ, ഞാൻ കാത്തിരിക്കുകയാണ്. എന്തോന്നിനാണ് കാത്തിരിക്കുന്നത്? അപ്പൻ്റെ
ശക്തിക്കായി, അപ്പൻ്റെ കൃപയ്ക്കായി. എന്തിൻ്റെ കൃപയ്ക്കായി? അപ്പാ, ഈ വഴിയെ നടക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. വായിച്ചേ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും. എങ്ങനെ പോകും? തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നടക്കുകയും ചെയ്യും. അവർ തളർന്നു പോകത്തില്ല, അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അടുത്ത് ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. തൊട്ടുമുമ്പത്തെ വചനം കൂടെ 29 അവന്റെ ബുദ്ധി അപ്രമേയം അത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നു, ശക്തി നൽകുന്നു. ബലമില്ലാത്തതിന് ബലം വർദ്ധിപ്പിക്കുന്നു. അവിടെ മുട്ടുകുത്തുമ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന എന്തായിരുന്നു? കർത്താവ് ശക്തി തരും. എന്ത് ശക്തി? ഈ കർത്താവ് യേശുക്രിസ്തു നടന്നിടത്തൂടെ പോകാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. കർത്താവ് ശക്തി തരും. അടുത്ത് ബലമില്ലാത്തവന് ബലം തരും, ബലം വർദ്ധിപ്പിക്കും. അടുത്തവർ ക്ഷീണിച്ച് തളർന്നു. പക്ഷെ ഈ സ്ഥലത്ത് ബാല്യക്കാർക്കൊന്നും പോകാൻ പറ്റത്തില്ല. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. അടുത്ത് യൗവനക്കാർക്കും പോകാൻ പറ്റത്തില്ല, ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ. അവിടെയാണ് അപ്പനെ കാത്തിരിക്കുന്ന പൈതലപ്പാ, കൃപ വേണം, ശക്തി വേണം. എനിക്ക് അങ്ങിൽ ജീവിക്കണം, അങ്ങിൽ വസിക്കണം. പാപമില്ലാതെ പാപത്തെ ജയിച്ച ആ ക്രിസ്തു യേശുവിൽ എനിക്ക് മറഞ്ഞിരിക്കണം. കർത്താവെ, അങ്ങ് ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നറിയാത്തവനായി ജീവിക്കണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിച്ചു. കർത്താവെ, എനിക്ക് അങ്ങിൽ മറഞ്ഞ് എന്നെ കാണണ്ട. കർത്താവിൽ എനിക്ക് ജീവിക്കണം, ആത്മാവിനാൽ നിറയണം. എൻ്റെ ആത്മമണ്ഡലം, എൻ്റെ ദേഹം മുഴുവൻ ക്രിസ്തു യേശുവിനാൽ നിറഞ്ഞ് എൻ്റെ മുഴു നിയന്ത്രണം യേശുവിൻ്റെ അടുത്ത്, യേശു ഇഷ്ടപ്പെട്ട ആ യേശു കാണിച്ചു തന്ന, യേശു നടന്ന ആ വഴിയിലൂടെ യേശുവിൻ്റെ ശബ്ദമായി, യേശുവിൻ്റെ ജീവനിൽ നിറഞ്ഞ് യേശുവിൻ്റെ ജീവിതം ജീവിക്കുവാൻ യേശു കർത്താവ് പൂർത്തീകരിച്ച ആ ഒരു ജീവിതം എന്നിലൂടെ വരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അപ്പാ, അതിനുള്ള ശക്തിയില്ല. പക്ഷെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടും. ഇല്ലേ? അവരെന്ത് ചെയ്യും? തളർന്നു പോകത്തില്ല, ഒരിക്കലും തളർന്നു പോകത്തില്ല. പിന്നെ ക്ഷീണിച്ചു പോകാതെ അവർ നടന്നൊരു ദിവസം കർത്താവിൻ്റെ രാജ്യത്തിലെത്തും. ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോൾ അവർ പറയും, ഇല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ യേശു പറയും, മക്കളെ, ആമേ, നിൻ്റെ ദാഹവും നിൻ്റെ ആഗ്രഹവും നിൻ്റെ ആവശ്യവും നിൻ്റെ ഇഷ്ടവും നിൻ്റെ താല്പര്യവും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നീ എൻ്റെ അടുത്ത് വന്നിരിക്കുക. ഇന്ന് ഇതിനകത്ത് ഓരോ മക്കളോടും കർത്താവ് പറയുന്നു, പേടിക്കണ്ട, കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാം. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ക്ഷീണിക്കത്തില്ല, തളർന്നു പോകത്തില്ല. അവർ ശക്തിക്ക് മീതെ ശക്തി ധരിച്ച് ക്രിസ്തു യേശു നടന്ന വഴിയിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നടക്കുവാൻ ദൈവം എന്നെ നിങ്ങളും കണ്ടിരിക്കുന്നു. പതറിപ്പോകല്ലേ, തളർന്നു പോകല്ലേ. ആ യേശു മാറാത്ത വാഗ്ദത്തം, മാറ്റമില്ലാത്ത വാഗ്ദത്തം സ്തോത്രം നമുക്ക് തന്നിരിക്കുമ്പോൾ കർത്താവ് യേശു പറയുന്നു, മക്കളെ, ഹല്ലേലൂയ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഹല്ലേലൂയ. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വയമായി ഫലം കായ്ക്കാൻ കഴിയത്തില്ല. ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പൊരുതായിൽ കിരീടം ഇല്ല. മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പൊരുതായിൽ കിരീടമില്ല. ആ ക്രിസ്തുവിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിൽ പൊരുതുവാൻ, ക്രിസ്തുവിൽ നടക്കുവാൻ, ക്രിസ്തുവിൽ സംസാരിക്കുവാൻ, ക്രിസ്തുവിൽ വസിക്കുവാൻ, ക്രിസ്തുവിലുള്ളത് മാത്രം. ഹല്ലേലൂയ. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് കൂടിയേ തീരൂ. ഇവിടെ എല്ലാം കർത്താവേ സ്തോത്രം. എൻ്റെ ശക്തി കൊണ്ടോ, എൻ്റെ കൃപ കൊണ്ടോ, എൻ്റെ ബുദ്ധി കൊണ്ടോ ഒന്നും എനിക്ക് പറ്റത്തില്ല.